رب العالمين الصلاة والسلام على السيد المرسلين وعلى آله وأصحابه الفائزين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. قال الجليل عز وجل في القرآن الكريم. ഏറ്റവും ബഹുമാനമുള്ള ഈ സദസ്സിൻ്റെയും പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്ത് അംഗം കൂടിയായ പ്രിയപ്പെട്ട ജലാലുദ്ദീൻ സാഹിബ് അവർക്ക് അള്ളാഹു അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളും പരിശ്രമങ്ങളൊക്കെ അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹു തആല എല്ലാവിധ ഖൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട മാർഗദർശി കൂടിയായ പ്രിയപ്പെട്ട നമ്മുടെ ഹാഷിം ഉസ്താദ്, അള്ളാഹു അദ്ദേഹം ഇന്ന് വരെ ഈ നാടിന് വേണ്ടി വർഷങ്ങളായി 2 പതിറ്റാണ്ടിലധികമായി ചെയ്യുന്ന സേവനങ്ങൾ, അധ്യാപനങ്ങൾ, അള്ളാഹു അതെല്ലാം പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. ആഖിറത്തിലും ദുനിയാവിലുമുള്ള ജീവിതത്തിൽ അള്ളാഹു തആല അതിൻ്റെ സവാബുകൾ ഇരട്ടിയായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജമാഅത്തിൽ നിന്ന് പ്രതികരിച്ച് വന്ന പ്രിയപ്പെട്ട പ്രസിഡൻ്റുണ്ട്. വളരെ അർത്ഥഗർഭമായ സാരാംശങ്ങൾ ഈ സദസ്സിന് കൈമാറി നമ്മൾ നിന്ന് താൽക്കാലികമായി ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണങ്കോട് മുസ്ലിം ജമാഅത്തിൻ്റെ ആദരണീയനായ ഇമാം, സർവോപരി നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. ഹ്രസ്വമായ വാക്കുകൾ കൊണ്ട് ആഴമുള്ള അർത്ഥസാരമായ വാക്കുകൾ, കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ വ്യത്യസ്തനായി നിലകൊള്ളുകയാണ്. നമ്മുടെയൊക്കെ ഗുരുതുല്യരാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ സേവനങ്ങൾ സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് നാൾ ദീനിനു വേണ്ടി ഇങ്ങനെ സംസാരിക്കാനും പറയാനും ഒരുപാട് നന്മകൾക്ക് നേതൃത്വം നൽകുവാനും അദ്ദേഹത്തിന് അല്ലാഹു തആല തൗഫീഖും ആരോഗ്യവും സിഹത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സന്താന പരമ്പരകളെ അല്ലാഹു തആല ആലിമീങ്ങളാക്കി ഹാഫിളുകളാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ജവാദ് ഉസ്താദ് കുറേ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അതുപോലെ നമ്മുടെ മസ്ജിദിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, കർമ്മനിരതരായ യുവാക്കൾ, പേരിൽ തന്നെ ഇമാമു പേരുള്ള ഇമാമുദ്ദീൻ സാഹിബ്, നമ്മുടെ ജമാഅത്തിൻ്റെ കർമ്മധീരരായ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആളെ കാണുന്നെങ്കിലും ഏറെ നാളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഷാനവാസ് സാഹിബ്, അല്ലാഹു തആല എല്ലാവരുടെയും സേവനങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. തോഹ സാറൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഒരുപാട് നാൾ ദീനിനു വേണ്ടിയൊക്കെ പരിശ്രമിക്കാൻ അവർക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കണം. നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും ഇങ്ങനെ മുന്നിൽ നിന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല കരാർ ചെയ്തത് നമ്മളെല്ലാവർക്കും അറിയാം. എല്ലാവരും പിന്നിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ്. കാരണം ഉത്തരവാദിത്തത്തിലായി പോകും. എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്താൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഓടണം, സജീവമാകണം, സമയവും സമ്പത്തൊക്കെ ചെലവഴിക്കണം, മടിച്ച് മാറി നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയും, നമ്മളെല്ലാവരും സൂറത്തുൽ വാഖിയ ഓതാറുണ്ട്. സാബിഖൂന സാബിഖൂൻ, മുൻകടന്ന് വന്നവരാണ്, അവരാണ് ആദ്യമായി കടന്നു പോവുക. ആരാണോ മുന്നിട്ട് വരുന്നത് അവർക്കാണ് മുന്നിട്ട് പോകാൻ അല്ലാഹു തആല നാളെ അവസരം നൽകുന്നത്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ ഈ കർമ്മനിരതരായ പ്രവർത്തകരെ, അവർക്ക് മാർഗദർശികളായി നിൽക്കുന്ന പ്രായം ചെന്ന കലാം ഹാജി ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ പ്രായം ചെന്നവർ, വയോവൃദ്ധർ, അല്ലാഹു തആല അവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാം എന്ന ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ
ഈ നാട്ടിൽ താമസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഞാനും കാത്തിരുന്നത്. സംസാരിക്കാനൊന്നുമല്ല ഞാനും കാത്തിരുന്നത്. കാരണം എൻ്റെ ശബ്ദം ശ്രവിക്കലല്ല നമ്മുടെയൊക്കെ നിയത്ത്. ഞാനും യൂട്യൂബിലൊക്കെ സജീവമായിട്ട് വളരെ ശ്രുതിമധുരമായിട്ട് നല്ല രീതിയിൽ ഖുർആനും മദ്ഹിൻ്റെ ഗീതങ്ങളും പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊക്കെ സുപരിചിതനായ നൗഷാദ് ബാഖവി തട്ടത്തുമൽ, അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരുപാട് നാൾ ദീനു വേണ്ടി പരിശ്രമിക്കാൻ, അവിടെയൊക്കെ ജീവിതം നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെയൊക്കെ വളർച്ച. നമ്മളൊക്കെ അല്ലാഹു തആല വലിയ തൗഫീഖ് നൽകി ഈമാനിൻ്റെ മാധുര്യവുമായിട്ട് ചിലപ്പോഴൊക്കെ വർണ്ണനകൾ കൊണ്ട് ആളുകൾ സാമ്പത്തിക അഭിവൃദ്ധിയെ സംബന്ധിച്ച് പറയും, സ്വർണ്ണക്കരണ്ടിയുമായി ദുഷിക്കുന്നില്ല. എന്നാലും ആ സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അദ്ദേഹം ആ ചെറുപ്പക്കാരനാ ചെയ്ത വലിയ അപരാധത്തിൻ്റെയൊക്കെ ചിലപ്പോൾ കാരണക്കാരൻ ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കാം. അറബിയിലൊരു തത്വം ഒരിങ്ങനെ പറയാറുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ പരതി നോക്കിയാൽ ആ വാക്യം തത്വം ഇങ്ങനെ കാണാം: ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ ഖൈറു മിൻ ഖൗലി അൽഫി റജുലിൻ ഫി റജുലിൻ. ആ വാക്യം ഇങ്ങനെയാണ്: 1000 ആളുകൾ ഒരാളെ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് 1000 ആളുകളുടെ ഇടയിൽ ഒരാൾ ഏറ്റവും നല്ലതായി ജീവിച്ച് കാണിച്ചു കൊടുക്കല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പ്രവാചക വചനങ്ങൾ, ഹദീസുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനപ്പാഠം ചെയ്ത് സദസ്സുകളിൽ, കിതാബുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തി നമ്മൾ പാടുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇന്നും ഈ സദസ്സിൽ ഒരുപാട് ഹദീസുകളൊക്കെ ചർച്ച ചെയ്യും, ചർവണം ചെയ്യും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഈ ദീൻ എങ്ങനെയാണ് ഇൻബിൽറ്റ് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്ത രീതി, ആ പ്രോസസ് എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു കൊടുത്തു. മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകന്റെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, പ്രവാചകന്റെ പേഴ്സണൽ ലൈഫ്, സ്വകാര്യ ജീവിതം ഏറ്റവും കൂടുതൽ അറിയുന്നത് പ്രിയപ്പെട്ട ഭാര്യയ്ക്കാണ്. ആ ഭാര്യയോട് വന്ന് ചോദിച്ചു, എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം, സ്വകാര്യ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? അന്താരാഷ്ട്ര ജീവിതം നമുക്കറിയാം, സാമൂഹിക ജീവിതം ഞങ്ങൾക്കറിയാം, ഭരണം ഞങ്ങൾക്കറിയാം, പ്രബോധനം ഞങ്ങൾക്കറിയാം, അധ്യാപനം ഞങ്ങൾക്കറിയാം. പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ ആരുമില്ലാതെ ഇരുശരീരങ്ങൾ മാത്രമുണ്ടായിരുന്ന, അല്ലെങ്കിൽ പ്രവാചകനും നിങ്ങളും മാത്രമുണ്ടായിരുന്ന സ്വകാര്യ ജീവിതത്തിൽ എന്തായിരുന്നു പ്രവാചക ജീവിതം? അത് അനലൈസ് ചെയ്ത് നിങ്ങളൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അല്പം പോലെ ആലോചിക്കാനോ എന്ത് പറയണമെന്ന് ചിന്തിക്കാനോ നിൽക്കാതെ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞത് ഖുർആൻ. അത് ഖുർആനായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല, അത് ഖുർആനായിരുന്നു പ്രവാചകന്റെ ജീവിതം. അതാണ്. അങ്ങനെ ഒരു ഭാര്യ പറയുന്ന രീതിയിൽ നമ്മളൊക്കെ മാറണം. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെ ഉപദേശിക്കാൻ, പ്രസംഗിക്കാൻ ഇമാമുമാർ, ആളുകൾ, എന്നെ പോലെ ചിലപ്പോൾ മൂല്യമില്ലാത്ത കുറെ ആളുകളൊക്കെ ഉണ്ടാവും, ഇമാമിങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർക്കണം. ഇതുപോലെ ഒരു നാട്ടിൽ ഒരാൾ നശിച്ചു, ഒരാൾ നിരീശ്വരവാദിയായി മാറി, മതം വേണ്ട എന്ന് പറഞ്ഞു എത്തിസ്റ്റായിട്ട് മാറിയിട്ടൊരു ജീവിതം ജീവിക്കുകയാണ്. ഏത് നിലയിൽ അവൻ വഴികേടിലേക്ക് പോയാലും, ഏത് ലഹരിയുടെ അടിമപ്പെട്ടാലും, ഏത് നിലയിൽ പള്ളിയുമായി ബന്ധമില്ലാത്തൊരു ജീവിതം നയിച്ചാലും, നമ്മുടെ നാട്ടിലെ മുസ്ലിമായ ഒരു സഹോദരി അവരുടെ ഇസ്ലാമിക മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞു കൊണ്ടുപോയാലും, അതിലൊക്കെ പ്രത്യക്ഷമായോ പരോക്ഷമായോ എൻ്റെ കയ്യൊപ്പുണ്ട്, എന്റെയും കുറ്റമുണ്ട്. കാരണം അവർക്ക് മാതൃകയാകും വിധം ഒരു ജീവിതം കാണിച്ചു കൊടുക്കാൻ എനിക്കും കഴിയുമായിരുന്നെങ്കിൽ എത്ര വലുതായിരുന്നു. അവർക്ക് ഉപകാരപ്രദമാകും വിധം ഈ ലോകത്ത് അല്ലെങ്കിൽ അവിടെ മുന്നിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ ഈ നിലയിലേക്ക് പോകാതിരിക്കുമായിരുന്നു. അതിന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞാനും ഈ ഇരിക്കുന്ന നമ്മളും കടയിലിരുന്ന്, കയ്യാലയിലിരുന്ന്, പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് അന്യോന്യം കുറ്റം പറയുന്ന നമ്മളൊക്കെ ഇതിൻ്റെ കുറ്റവാളികളാണ്, കുറ്റക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മദ്യപാനികളെ 100 പ്രാവശ്യം കുറ്റം പറയുന്നവരാണ്. അവൻ്റെ കോപ്രായങ്ങൾ കണ്ട് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നവരാണ്. അവൻ അല്പനേരം സ്വബോധത്തിലിരിക്കുമ്പോൾ ഒന്ന് പോയിട്ട്
ഇത് തെറ്റാണ്, നിങ്ങൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമുണ്ട് വളരെ മോശമാണ് എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരുത്തി പറയണം. നമുക്ക് ഡിഗ്രി വേണ്ട, തലപ്പാവ് വേണ്ട, ഇമാമിൻ്റെ പദവ് വേണ്ട, ഉത്തരവാദിത്വം വേണ്ട, ഒന്നും വേണ്ട, ശമ്പളവും വേണ്ട. നമുക്ക് പറയാൻ ഒരു മടിയും വേണ്ടാത്ത കാര്യമാണ്. കള്ളു കുടിക്കാത്ത ഏതൊരാൾക്കും പോയിട്ട് കള്ളു കുടിക്കുന്ന ആൾ ഉപദേശിക്കാമല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാവരും ഈ നിലയിൽ എല്ലാവരെയും ഒന്ന് ഉപദേശിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അന്യോന്യം കൈപിടിച്ചിരുന്നുവെങ്കിൽ പല ആളുകളും ആ തെറ്റിൽ നിന്ന് മാറി വരുമായിരുന്നു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഖുർആനിൽ ഒരു ആയത്ത് ഇങ്ങനെ ഓതി പറയും, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളാണ്, സഹാബത്തിനോട് പറയും, നിങ്ങളാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ കാണാനും വിജയിപ്പിക്കാനും അതിൻ്റെ ഒരു ഭാഗമാകാനും വന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഉത്തരവാദിത്വവുമായിട്ട് വന്നവരാണ്. നമ്മൾ അറിവില്ലാത്തത് കൊണ്ടോ തെറ്റ് ചെയ്യുന്നവരായത് കൊണ്ടോ അല്ല ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാകണം, ഇതിന്റെ ഒരു വലിയ വിജയത്തിന്റെ ശില്പികളാകാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ഉത്തരവാദിത്വത്തോടെ വന്നിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, നിങ്ങളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല ആളുകൾ. ഈ ലോകത്ത് കടന്നുപോയ ശതകോടിയോളം വരുന്ന ആളുകളിൽ, സമുദായങ്ങളിൽ, മുൻഗാമികളിൽ നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം. നമ്മൾ കാത്തിരുന്ന പ്രഭാഷണത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന് നമുക്ക് ഉപകാരപ്പെടുന്ന നിലയിൽ, ആഖിറത്തിലേക്ക് നമ്മളെ വഴി നിലയ്ക്കുന്ന നിലയിൽ അർത്ഥഗർഭമായ കാര്യങ്ങൾ, സാരോപദേശങ്ങൾ നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിച്ചു നീട്ടല്ല, നിർത്താം, ഇനിയിപ്പോൾ സമയമായി. അല്ലാഹുവിന്റെ സമൂഹമാണെന്ന്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ് ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടായിട്ട് നമ്മളെല്ലാം നല്ല ആളുകൾ, ഏറ്റവും നല്ല ആളുകൾ എന്നാണ് പറഞ്ഞത്. കോടാനുകോടി ബില്യൺ ട്രില്യൺ കണക്കിന് ആളുകൾ ലോകത്ത് വന്നു പോയതിൽ ഏറ്റവും നല്ല സൊസൈറ്റി നിങ്ങളാണ്. പക്ഷെ നിങ്ങൾ നല്ലവരാകാൻ, നിങ്ങൾ അല്ലെങ്കിൽ നല്ലവരാണെന്ന് പറയാനുള്ള കാരണം തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് പരസ്പരം കൽപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, മോശമായ കാര്യം കണ്ടാൽ കൈ പിടിച്ചിട്ട് അത് വിലക്കാൻ നമുക്ക് കഴിയണം. കൈ പിടിച്ചിട്ട് വിലക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാക്കുകൊണ്ട്, നാവ് കൊണ്ട് പറയണം. നാവ് കൊണ്ടും പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളെ ഹൃദയം കൊണ്ട് അതിനോട് നിങ്ങൾ നിസ്സഹകരണം പ്രഖ്യാപിക്കണം. ഈമാൻ, അതാണ് ഏറ്റവും കുറഞ്ഞ ഈമാനിന്റെ ഏറ്റവും താഴ്ത്തട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉന്നതമായ ഈമാനിന്റെ ആ ഒരു വ്യക്തികളായി, പ്രതിനിധികളായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കലാണ്. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയും, നിങ്ങൾ പല കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. നമ്മൾ പരസ്പരം നന്മയിലായിട്ട് ഇങ്ങനെ സഹവസിച്ച് പരസ്പരം തെറ്റ് കാണുമ്പോൾ ഉപദേശിച്ച് പോകുന്നു. ആ നിലയിൽ അള്ളാഹു തആല നമുക്കൊക്കെ വലിയ മൂല്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൽ ഏത് നിലയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രഥമാധ്യായം ഞാൻ ആയത്ത് പറഞ്ഞു വെച്ചു. അതിൻ്റെ സാരാംശവും ഇത് ഇൻക്ലൂഡഡാണ്, ഇൻബിൽറ്റ് ആയിട്ടുള്ള ആയത്താണ് ഞാൻ പറഞ്ഞത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുർആൻ എന്ന വലിയൊരു അമാനത്ത്, ദീൻ എന്ന ഈമാൻ എന്ന വലിയ അമാനത്ത് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു. ആ ഈമാൻ എന്ന, അല്ലെങ്കിൽ ഖുർആൻ എന്ന, ദീൻ എന്ന വലിയ അമാനത്തിന്റെ വില അതറിയാത്തത് കൊണ്ട് നമ്മളെല്ലാം വലിയ അക്രമികളായി മാറി. കാരണം ഇത് നൽകേണ്ടവർക്ക് നൽകി, എത്തിച്ചു കൊടുക്കേണ്ടവർക്ക് എത്തിച്ച്, ഉപദേശിക്കേണ്ടവരെ ഉപദേശിച്ച്, കൈപിടിക്കേണ്ടവരെ കൈപിടിച്ച് ഈ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ഉദ്യമം, അതാണ് ഈ കഴിഞ്ഞ മുൻ പ്രാസംഗികന്മാർ, ഉദ്ഘാടകൻ, സ്വാഗതം പറഞ്ഞ അതുപോലെ ജവാദ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ജമാൽ മുഹമ്മദ് സാർ ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞു പോയി. ഇനി നമ്മുടെ പ്രഭാഷകനൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ പോകുന്ന ഈ കാര്യങ്ങളാണ്. കാരണം നന്മ കൊണ്ട് പരസ്പരം കൽപ്പിച്ചില്ല എങ്കിൽ ഈ നാട്ടിന് നിലനിൽപ്പില്ല. പലപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്തവൈബാണെന്നൊക്കെ പറയും, തന്തവൈബാണെന്നോ അമ്മാവനാണെന്നൊക്കെ പറയും. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, സൈക്കോ ആണെന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മളെയും പറയും, നമ്മളെയും പറഞ്ഞോട്ടെ. പക്ഷേ ഈ വിളികൾ കേൾക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകാത്ത പക്ഷം നാളെ അള്ളാഹുവിൻ്റെ വലിയ പരാജയം നമുക്ക് നേരിടും. അല്ലാഹു തആല ആ പരാജയത്തിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും, എന്ത് കുറ്റം പറച്ചിൽ വന്നാലും നന്മ പരസ്പരം പറഞ്ഞുകൊണ്ടേ ജീവിതത്തിന്റെ അവസാനം വരെ നയിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. തിന്മ കണ്ടാൽ ആരുടെയും മുഖം നോക്കാതെ, പൈസ ഉള്ളവനാണോ പൈസ ഇല്ലാത്തവനാണോ, വിദ്യാഭ്യാസം ഉള്ളവനാണോ ഇല്ലാത്തവനാണോ, ഇതൊന്നും നോക്കത് കാറ്റഗറൈസ് ചെയ്യാത്തൊരു ജീവിതം ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് തന്നെ എത്ര ബഹുമാനിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്.
വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, ഗൾഫിലാണ്, ഇന്ന ആളാണെന്നൊക്കെ അറിഞ്ഞാൽ കുറച്ച് ചിരിക്കാം, കുറച്ച് കൈ കൊടുക്കാം, ആണെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് മാറിക്കൊടുക്കാം. 4 പുത്തനുള്ള ആളാണ്, അല്ലെങ്കിൽ വലിയ സ്റ്റാറ്റസ് ഉള്ള ഒരു അധ്യാപകനാണെന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബഹുമാനിക്കാം, റെസ്പെക്റ്റ് കൊടുക്കാം. എത്ര ബഹുമാനിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് എന്ത് ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല. ഈ നിലയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കതൊക്കെ മാറ്റിയിട്ട് നന്മയിൽ മുന്നേറി അതിൽ പരസ്പരം ബഹുമാനിച്ച് സഹകരിച്ച് നന്മയുള്ളവരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നന്മയും അല്ലാഹു അതിൻ്റെ ഭാഗമാക്കി സ്വീകരിക്കട്ടെ. ഈ രാത്രി ഒരുമിച്ച് കൂടിയത്, ഇവിടെ കേൾക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതിമധുരമായ ആ ഒരു ശബ്ദത്തിൽ നമുക്ക് വളരെ വിരസതയില്ലാതെ ദീൻ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പറഞ്ഞാൽ കഴിയാത്ത അത്ര വർണ്ണനാതീതമായ, അത്രമേൽ ഉന്നതമായ ദീൻ പ്രചരിപ്പിക്കുന്ന ദഅവത്തിന്റെ ആളുകളായിട്ടുള്ള പ്രിയപ്പെട്ട പ്രഭാഷകർ, അവരൊക്കെ ആ ഒരു മജ്ലിസിൽ പങ്കെടുത്ത് ഈ നന്മയുടെ ഭാഗമായി നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ പ്രതിഫലം ലഭിക്കുന്നവർ, സ്ഥാനം ലഭിക്കുന്നവർ, സാധുക്കളായ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹിൽ അലീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ മാശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم يا معز أعزني بك دائما فيه في العصمة القديمة مغنما وانصر على أعدائنا يا ناصر اردد خديعة مقرهم يا قاهر അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധവും പരിപാവനവുമായ അനുഗ്രഹീതമായ ഈ മജ്ലിസിനെ പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വാഴോട് മുഹയ്യുദ്ദീൻ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന സദസ്സും ദുആ മജ്ലിസിന്റെയും പ്രഥമ ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. ഈ മഹത്തായ അനുഗ്രഹീതമായ സദസ്സിൽ ജലാലുദ്ദീൻ സാഹിബ്, അതുപോലെ ബഹുമാനപ്പെട്ട അമീർ മന്നാനി ഉസ്താദ് അവറുകൾ, പ്രാരംഭ ദുആ കൊണ്ട് അനുഗ്രഹീതമാക്കിയ ഉസ്താദ് ഹാഷിം മൗലവി, ഈ മഹത്തായ സദസ്സിന് സ്വാഗതം ആശംസിച്ച അബ്ദുൽ കലാം വള്ളംവെട്ടി,
ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അനസ് മുഹമ്മദ് ഇംദാദി അവറുകൾ സാരസമ്പൂർണ്ണ സമ്പുഷ്ടമായ നസീഹത്ത് കൊണ്ട് അനുഗ്രഹീതമാക്കിയ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിൽ മുഹമ്മദ് ഷാഫി മന്നാനി അവറുകൾ, അതുപോലെ ഈ നിലമേൽ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ജമാൽ മുഹമ്മദ്, തട്ടത്തുമല മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സാഹിബ്, മറ്റ് വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായ ബഹുവന്യരായ മാതാപിതാക്കളെ, ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അങ്ങനെ ഒരുപാട് ആളുകൾ ആറടിമണ്ണാകുന്ന ഖബറിലാണ്. അല്ലാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. അല്ലാഹു ബറക്കത്ത് ചൊരിയപ്പെടുന്ന മാസമാണ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. ഈ മാസത്തിന്റെ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ നാളെ ആഖിറത്തിനും ഉതകുന്നതാക്കി അല്ലാഹു കബൂലാക്കട്ടെ. ഉറക്ക ആമീൻ പറഞ്ഞോളി. അല്ലാഹു കബൂലാക്കട്ടെ. ഏതാണ്ട് 2010 ആണെന്ന് തോന്നുന്നു, വാഴോട് മുഹ്യിദ്ദീൻ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു മതവിജ്ഞാന സദസ്സ് നടത്തിയത്. അന്ന് തട്ടത്തുമല ജാമിഅ ഹിദായ ഇസ്ലാമിയിൽ ഞാൻ പഠിക്കുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദ് ആണ് അവസാന ദിവസം ഇവിടെ പ്രഭാഷണം നടത്തിയത് 2010. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ആ വാളിന്റെ സദസ്സിൽ ആ ഉസ്താദിന്റെ വാള് കേൾക്കാൻ ഞാനും ഉണ്ടായിരുന്നു. എന്റെ അതിയായ ആഗ്രഹമായിരുന്നു. ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് വാഴോട് എന്ന് പറയുന്നത്. നൗഷാദ് ബാഖവി അന്ന് 2010 പ്രഭാഷണം നടത്തിയതുപോലെ എനിക്കും ആ സദസ്സിൽ അതുപോലെ ഒരു വേദിയിൽ അവിടെ എനിക്ക് വാള് പറയണം എന്നെന്റെ ഒരു ആഗ്രഹമായിരുന്നു. അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു, ആഗ്രഹം കബൂലാക്കി. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുകയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ചാൽ ഒരു ദിവസം നമ്മൾ സ്വപ്നം കാണുന്ന ഇടത്ത് നമ്മൾ എത്തുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും, നമ്മൾ സ്വപ്നം കണ്ടാലും, നാം പരിശ്രമിച്ചാൽ നാം ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ എത്തുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഉസ്താദ് അന്ന് തകർത്ത് വാള് പറയുന്നു, ലക്ഷക്കണക്കിന് രൂപ പിരിവ് നടത്തുന്നു, പള്ളിയുടെ എന്തോ ഒരു ആവശ്യത്തിന് വസ്തു വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. സ്വർണങ്ങളൊക്കെ ചോദിക്കുന്നു. ഉമ്മമാരൊക്കെ അകമഴിഞ്ഞു കൂരി ദീനിന്റെ സദസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഭയങ്കരമായ ലേലം വിളി നടക്കുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത്തരമൊരു സദസ്സിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു കബൂലാക്കട്ടെ. മറ്റ് അനാവശ്യ ബഹളങ്ങളൊന്നുമില്ലാത്ത വാഴോട് എന്ന് പറയുന്ന ഈ നാടും ഞാനും ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് തട്ടത്തുമല ജാമിഅ ഹിദായയിൽ പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടെ ബഹുമാനപ്പെട്ട ജാമിഅ ഹിദായയിൽ പഠിച്ച അബ്ദുസ്സമദ് ബാഖവി നാഫിരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട ഖാദിമുൽ ഐത്താം അൽഹാജ് പി എം ഹംസ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഖാദിമുൽ ഐത്താം അൽഹാജ് പി എം ഹംസ ഉസ്താദ്. ജീവിതത്തിൽ സ്വന്തം മക്കളില്ലായിരുന്നു. പക്ഷേ നൂറുകണക്കിന് മക്കളെ അദ്ദേഹം വാർത്തെടുത്തു. നാളെ ആഖിറ ലോകത്തിന് അദ്ദേഹത്തിന് സന്തോഷിക്കാൻ വാപ്പയായി, ഉമ്മയായി, ജ്യേഷ്ഠനായി, സർവ്വ ആലംബങ്ങളും അവലംബങ്ങളുമായി 1000 കുഞ്ഞുമക്കളെ വാർത്തെടുത്തുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ആ ഉസ്താദ് അവർകൾ ഇറക്കിവിടുമ്പോൾ ഉസ്താദ് ഖബറിൽ കിടന്ന് സന്തോഷിക്കുന്നുണ്ടാകും. തട്ടത്തുമല ജാമിഅ ഹിദായ എന്ന സ്ഥാപനത്തിന്റെ പൂമുഖത്ത് ഇന്നും ആ ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നിങ്ങൾ ആ ഉസ്താദിനെ ആരും മറന്നുപോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആ സ്ഥാപനത്തിൽ വരുന്നവരാണ്. പലപ്പോഴും അവിടുത്തെ കുഞ്ഞുമക്കൾക്ക് അരിയായും സാധനങ്ങളായും ഒക്കെ നിങ്ങൾ സഹായം ചെയ്ത ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ പേരെനിക്കറിയില്ലെങ്കിലും പല ആളുകളുടെയും മുഖം എനിക്ക് പരിചയമുണ്ട്.
പല ആളുകളുടെയും മുഖം നമുക്ക് പരിചയമുണ്ട്, പേര് പക്ഷേ പലരുടെയും എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അല്ലാഹു തആല നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉസ്താദിന്റെ നാട്ടിൽ, ഉസ്താദ് ജീവിച്ച നാട്ടിൽ വന്നിട്ട് ഉസ്താദിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ എങ്ങനെയാണ് നമുക്ക് ഈ സദസ്സ് അവസാനിപ്പിക്കാൻ കഴിയുക? അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉസ്താദിന് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. ഒരുപാട് ആലിമീങ്ങളുടെ പ്രാർത്ഥന കിട്ടാൻ അല്ലാഹു കൊടുത്ത മഹാമനുഷ്യനാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരോമൽ പൈതങ്ങൾക്കാശ്രയമാം ഗുരു ഖാദിമുല്ലൈതാമി ബിലുമ്മിനറൂഹി ആവേയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നീറുന്ന നൊമ്പരപ്പെടുന്ന ഒരുപാട് മനസ്സുകൾക്ക് സമാധാനമേകിയ മഹാമനീഷിയാണ്. ആ മഹാമനീഷിയുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ വാഴോടിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ആ ഉസ്താദിനെ മറന്നു പോകരുതേ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ആ ഉസ്താദിനെ ഓർമ്മപ്പെടുത്തണേ. ആ ഉസ്താദിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. തട്ടത്തുമല ജാമിഅ ഹിദായയിൽ ഇന്നും നൂറുകണക്കായ മക്കൾ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷ സന്താപ വേളകളിൽ ആ സ്ഥാപനത്തെ നിങ്ങൾ ഓർക്കണേ. നിങ്ങൾക്ക് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണം. അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങളുടെ സാമ്പത്തികമായ സഹായങ്ങൾ കൊണ്ട്, ശാരീരികമായ സഹായങ്ങൾ കൊണ്ട് വളർന്നു വന്ന നിങ്ങളുടെ സ്ഥാപനമാണ്. മറന്നുപോകല്ലേ ഉമ്മ, മറന്നുപോകല്ലേ സഹോദരാ. അല്ലാഹുവേ, ആ ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തിയതാണ് കേട്ടോ. ഉസ്താദാണ് എന്നെ ദുആ പഠിപ്പിച്ചത്. 27 മജ്ലിസുകളിൽ ആയിരക്കണക്കിന് സഹോദരങ്ങൾ സഹോദരിമാര് ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ആ ആയിരക്കണക്കായ ഉമ്മമാരുടെ മുമ്പിൽ ഇരുന്നിട്ട് ദുആ ചെയ്യാൻ ആദ്യമായിട്ട് എനിക്ക് ദുആ ചൊല്ലിത്തന്ന ഉസ്താദ്. ആ ഉസ്താദിന്റെ ദുആയിലൂടെ വളർന്നു വന്ന ഒരു കുട്ടിയാകുമ്പോ ആ ഉസ്താദിനെ, എന്റെ ആത്മീയ പിതാവിനെ ഓർക്കാതെ എങ്ങനെയാണ് നമുക്ക് ഈ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോകാൻ സാധിക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും, ഉസ്താദുമാരും എല്ലാവരും ഒന്ന് എഴുന്നേറ്റോ. പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്കൊന്ന് പരസ്പരം കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്തേ. ഒന്ന് ചെയ്തേ കാണട്ടെ. കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്, മടിച്ചു നിൽക്കണ്ട. ഒന്ന് കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്തോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പറ്റുമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തോ. സ്വീകരിക്കട്ടെ. ഈ സദസ്സിൽ നിന്നും നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും മനുഷ്യ. ഈ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അള്ളാഹു പുറത്തു നൽകും. അള്ളാഹു അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഭൂമി ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇൽമിന്റെ സദസ്സാ. ആ ഇൽമിന്റെ സദസ്സ് ഭൂമി ലോകത്തെ സ്വർഗമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ചുകൂടി ആ സദസ്സിലിരുന്നിട്ട് ഒരു മണിക്കൂർ വഅളിന്റെ സദസ്സ് കേൾക്കുമ്പോ അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ സ്വർഗത്തിന്റെ പൂന്തോപ്പിലിരുന്നിട്ട് നിങ്ങൾ എന്ത് അള്ളാനോട് ചോദിച്ചാലും നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നിട്ട് വാത് കേൾക്കാമെന്ന് കരുതണ്ട. ഈ സ്വർഗീയ പൂങ്കാവനത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞ മാസമാണ്. അള്ളാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്ന മാസമാണ്. പുറത്ത് റോഡുകളിൽ ഇരുന്നിട്ട് വാത് കേൾക്കാമെന്ന് കരുതണ്ട. സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം ചേരാൻ ആഗ്രഹമുണ്ടോ?
ഈ സദസ്സിൽ വന്നിരിക്കാ മനസ്സ് കാണിച്ചോ? അല്ലാഹു കബൂലാക്കട്ടെ. വളരെ കാലികമായ പ്രസക്തിയുള്ള വിഷയമാണ് ഇന്നത്തെ വാളിന്റെ സദസ്സിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമത്തെ ദിവസം വാളു പറയുന്ന നൗഷാദ് ബാക്കവീനെ, അവസാന ദിവസം വാളു പറയുന്ന മറ്റ് നൗഷാദ് ബാക്കവീനെയും കൂടി കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വിലയിരുത്താനല്ല, ചിന്തിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, ഉൾക്കൊള്ളാൻ വേണ്ടി, ഗൗരവത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വാളിന്റെ സദസ്സിൽ 1-2 മണിക്കൂർ ഞാൻ പ്രയോജനപ്പെടുത്തുന്നത്. ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം നിങ്ങൾക്ക് ഫലവത്താണ്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു, ഇല്ലയോ? ആഘോഷിച്ചോ? ഇല്ല? മക്കളൊക്കെ ഇവിടെ കേൾക്കണം. ഇന്നത്തെ വാളിന്റെ സദസ്സ് നിങ്ങൾ കേൾക്കാനുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ഉമ്മാക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന വാഴൂരിന്റെ മണ്ണിലുള്ള ഓരോ ഹൈന്ദവ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ്, ഓരോ ക്രൈസ്തവ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വാള് പറയുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലുള്ള ഓരോ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഓരോ ക്രൈസ്തവ സഹോദരങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അത്രയ്ക്കും ഗൗരവമുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വാളിന്റെ സദസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വിഷയം ബാധിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ഉമ്മമാർക്ക് മാത്രമല്ല, മുസ്ലിം ഉപ്പമാർക്ക് മാത്രമല്ല, ലോകമെമ്പാടും, രാജ്യമെമ്പാടും, കേരളമെമ്പാടും, നമ്മുടെ നാട്ടിലും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലികമായ ഒരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോ ഈ വാളിന്റെ സദസ്സിലിരിക്കുന്ന മുസ്ലിം ഉമ്മമാർക്ക് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർക്ക് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാർക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലുള്ള ഓരോ ഹൈന്ദവ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ്. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വാളിന്റെ സദസ്സിൽ നിങ്ങളും കടന്നിരുന്നോ, നിങ്ങളെയും ഈ സദസ്സിലേക്ക് ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, കാതു കൂർപ്പിച്ചിട്ട് നിങ്ങൾ ഇന്നത്തെ സദസ്സ് കേൾക്കണം. എന്നിട്ട് ചിന്തിച്ചിട്ട് ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നമ്മുടെ രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു, ഇല്ലേ? ആഘോഷിച്ചോ? ഇല്ലയോ? 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. എല്ലാ വർഷവും ജനുവരി 26-നാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. ഞാൻ എന്റെ വിഷയം എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കും. ഒരു ചോദ്യം ചോദിക്കും, അതിന് നിങ്ങൾ ഉത്തരം തരണം. ഉത്തരം തരുന്ന ആൾക്കൊരു സമ്മാനവുമുണ്ട്. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? തയ്യാറാണോ? ഒരു ഉറക്ക ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഉറക്ക പറഞ്ഞേ, കേൾക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ എന്റെ വിഷയം നമ്മുടെ രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷം കഴിഞ്ഞു. കഴിഞ്ഞ ജനുവരി 26-ന് രാജ്യം 76ാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിലും പിന്നീടുള്ള 3 വർഷക്കാലം ബ്രിട്ടീഷ് വൈസ്രോയിയുടെ നേതൃത്വത്തിലായിരുന്നു രാജ്യത്ത് ഭരണം നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്തേ? നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാട് നേരിടുന്ന, നമ്മുടെ ഓരോ നമ്മുടെ ഓരോ കുടുംബങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നറിയുമോ? അത് ലഹരിയുടെ ഉപയോഗവും അതിന്റെ വ്യാപനവുമാണ്. തീവ്രവാദം അവിടെ അപ്പുറത്തൊരു വശത്ത് നിൽക്കട്ടെ, ഭീകരവാദം അപ്പുറത്തൊരു വശത്ത് നിൽക്കട്ടെ, പക്ഷേ നമ്മുടെ ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അത് ലഹരി ഉപയോഗവും അതിന്റെ വ്യാപനവുമാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിലെ 23 വയസ്സുള്ള അഫ്നാൻ എന്ന് പറയുന്ന കാബാലികൻ സൈക്കോ കില്ലറെ പോലും തോൽപ്പിക്കുന്ന തരത്തില് 5 കൊലപാതകങ്ങൾ നടത്തി നമ്മുടെ നാടിനെ നടുക്കിക്കളഞ്ഞ നിഷ്ഠൂരമായ പൈശാചികമായ കൊലപാതകം നടത്തി ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് സുബ്ഹാനല്ലാഹ്
സുബ്ഹാനല്ലാഹ്, ഞാൻ അഫ്നാൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തുകയാണ്. വീണ്ടും 4 മണിക്ക് പേരുമലയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്റെ കാമുകയെ ചുറ്റികല്ല് കൊണ്ടുവന്ന് മാരകമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ്. വീണ്ടും 4:30 സഹോദരനെ വീട്ടിലെത്തിച്ചിട്ട് ഒരു ദാക്ഷിണ്യം കൂടാതെ, ഒരു കരുണയും കൂടാതെ സ്വന്തം സഹോദരനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ്. 6:30 വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കൂസലുമില്ലാതെ ചാവി ഇങ്ങനെ കറക്കി ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ രാജ്യം നടുങ്ങിയ ഏറ്റവും വലിയ പൈശാചികമായ കൂട്ടക്കൊല അവിടെ വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ നാട് ഞെട്ടലോടുകൂടി ആ വാർത്തയെ കുറിച്ച് നമ്മൾ അറിയുന്നത്. നമ്മളെ ഭയക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ പേടിക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. 2025 പിറന്നത് മുതൽ ലഹരിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകത്തിന്റെ കണക്കറിയണോ? 20ഓളം കൊലപാതകങ്ങളാണ് ലഹരിയുടെ പേരില് നമ്മുടെ കേരളത്തിൽ നടമാടിയതെന്ന് പോലീസ് പുറത്തുവിടുകയാണ്. സമീപത്ത് പോലീസ് നിപ്പുണ്ട്, അവരടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. കേരളത്തിന്റെ കണക്ക് പരിശോധിച്ചു നോക്കുമ്പോ ലഹരിയുടെ പേരില് അറുകൊല നടത്തി ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിച്ച ഒരുപാട് കൊലപാതകങ്ങളുടെ കഥകൾ പുറത്തു വരുമ്പോ, അതിന്റെ പ്രതികളെ കുറിച്ച് അന്വേഷിക്കുമ്പോ ലഹരിക്ക് അടിമയായിരുന്ന മനുഷ്യന്മാരുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. 2025 പിറന്ന അന്നേ ദിവസമുണ്ടല്ലോ, ജനുവരി 1 പിറന്നതിന്റെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ അന്ന് മുള്ളൂർക്കരയിൽ 22 വയസ്സുള്ള ചെറുപ്പക്കാരനെ 24 കുത്തുകുത്തി ന്യൂ ഇയർ ആശംസ പറയാത്തതിന്റെ പേരില് യമപുരിയിലേക്ക് പറഞ്ഞയച്ചു തന്റെ കൂട്ടുകാരൻ. ആര്? 22 വയസ്സുള്ള ചെറുപ്പക്കാരനെ അതേ കൂട്ടുകാരൻ ന്യൂ ഇയർ ആശംസ പറയാത്തതിന്റെ പേരിൽ യമപുരിയിലേക്ക് പറഞ്ഞയച്ചു. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. 24 കുത്തുകുത്തിയാണ് ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത്. അന്വേഷിക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ സമുദായത്തെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, സന്മാർഗം കൊടുക്കട്ടെ. 24 കുത്തുകുത്തി കൊലപ്പെടുത്തുമ്പോ അവനെ കുത്താൻ പ്രേരിപ്പിച്ച ശക്തി ലഹരിയാണെന്ന് പോലീസ് കണ്ടെത്തുകയാണ്. നിങ്ങൾ അറിയണോ? 18-ാം തീയതി മകൻ അമ്മയെ കഴുത്തറുത്ത് അർബുദ രോഗിയായ, ക്യാൻസർ രോഗിയായ സുബൈദ എന്ന് പറയുന്ന മാതാവിനെ അറുകൊല നടത്തി കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. പോലീസുകാര് ചോദിക്കുമ്പോ ആഷിഖ് എന്ന് പറയുന്ന 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണെന്ന്. ഏത് ഉമ്മയ്ക്ക് താങ്ങാൻ കഴിയും? ഏത് വാപ്പയ്ക്ക് സഹിക്കാൻ കഴിയും? എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണ് ഞാൻ അവരെ കൊന്നത് എന്ന് ആഷിഖ് എന്ന് പറയുന്ന 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുമ്പോ ഭീതിയോടെ നോക്കിക്കാണണ്ടേ, പേടിക്കണ്ടേ ഉമ്മ, ചിന്തിക്കണ്ടേ ചെറുപ്പക്കാരാ. നമ്മുടെ കേരളത്തിന്റെ പോക്കെങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ടോ തീർന്നില്ലല്ലോ. പാലക്കാട് ചന്താമര എന്ന് പറയുന്ന ഒരു കാബാലികൻ ഒരു കുടുംബത്തിലെ 2 പേരെ അറുകൊല നടത്തുമ്പോ, വെട്ടിക്കൊലപ്പെടുത്തുമ്പോ പോലീസ് കണ്ടെത്തലിൽ ആ ചന്താമര എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ ലഹരിക്കും അന്ധവിശ്വാസത്തിനും അടിമയാണെന്നാണ് കണ്ടെത്തുന്നത്. നിങ്ങൾക്കറിയുമല്ലോ, കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ട മറ്റൊരു വാർത്തയായിരുന്നല്ലോ, എന്റെ അപ്പനാണെന്ന് ഞാൻ നോക്കൂല, നിങ്ങളെ കുത്തിക്കൊലപ്പെടുത്തും. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് മദ്യപിക്കുന്നത് കാണുമ്പോ അച്ഛൻ ചെന്നിട്ട് അവനെ പിന്മാറ്റാൻ ശ്രമിക്കുമ്പോ അച്ഛന്റെ കഴുത്ത് പിടിച്ചിട്ട് പുറംകാല് കൊണ്ട് സ്വന്തം ജനിപ്പിച്ച തന്തയനെ കാലുവാരി നിലത്തടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്റെ അപ്പനാണെന്ന് ഞാൻ നോക്കുകയില്ല, കൊന്നുകളയുമെന്ന് 18 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഭീഷണിപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 2025 പിറന്നതിന് ശേഷം ഇന്നുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോ ലഹരിയുടെ പേരിൽ കൊല നടത്തിയത് 20ഓളം കൊലപാതകങ്ങളാണ്.
അവസാനം ഇന്നലെ നമ്മൾ കണ്ടതല്ലേ, എല്ലാത്തിൻ്റെയും പ്രതിയാരെന്നറിയുമോ? ലഹരിയാണ്, ലഹരിയാണ്, ലഹരിയാണ്. ലഹരി മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ രോഗം മനുഷ്യനെ കാർന്നു തിന്നതുപോലെ കേരളത്തെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, പ്രായമുള്ളവരോ പ്രായമില്ലാത്തവരോ എന്ന വ്യത്യാസമില്ലാതെ, പഠിപ്പുള്ളവരോ പഠിപ്പില്ലാത്തവരോ എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യനെ ലഹരി കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഉമ്മമാരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിട്ടാണ്, ഓരോ രാത്രിയും ഭീതിയോടുകൂടിയാണ് അവർ ഓരോരുത്തരും കിടന്നുറങ്ങുന്നത്. ഓരോ സദസ്സിൽ ചെല്ലുമ്പോ ഉമ്മമാര് പറയുകയാണ്, ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണേ. ചോദിക്കും, എന്തിനാ ഉമ്മ ദുആ ചെയ്യേണ്ടത്? എന്റെ മകനൊന്ന് നന്നാകാൻ, എന്റെ മകനൊന്ന് നന്നാവാ ഉസ്താദെ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് ഓരോ ഉമ്മമാരും സങ്കടത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്യുമ്പോഴാണ് ഓരോ കുടുംബത്തിലും മക്കള് ഏതൊക്കെ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയാണ്. പ്രസവിച്ച് വീഴുന്ന കുഞ്ഞു മക്കളിൽ പോലും ഈ ലഹരിയുടെ അംശങ്ങളെ ബാധിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കേരളം ലഹരിയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വരെ അബോധ അവസ്ഥയിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് ഹിദായത്ത് തന്നനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഞാൻ വഅളിന് പോയി. സുബ്ഹാനല്ലാഹ്, പ്രസംഗത്തിന്റെ പകുതിയായപ്പോ ഒരല്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുന്ന സമയത്ത് ആ പള്ളിയിലെ ഉസ്താദ് എന്നോട് പറയുകയാണ്, ഉസ്താദ് പേടിക്കണ്ട, പുറത്ത് പോലീസ് പ്രൊട്ടക്ഷൻ നിപ്പുണ്ട്. ഉസ്താദ് പേടിക്കണ്ട. അവിടെയും ഞാൻ ഈ സമാനമായ വിഷയമാണ് അവതരിപ്പിച്ചത്. ഉസ്താദ് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഇച്ചിരി ഇരുന്നപ്പോ ഉസ്താദ് പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, പോലീസ് പുറത്ത് കാവല് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ ഇപ്പൊ കാവല് നിൽക്കണത്? നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നിട്ട് അതോ അങ്ങ് അറ്റത്തൊരു വീട് കാണുന്നുണ്ടാ? ആ കാണുന്നുണ്ട്. MDMA കേസിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ വീടാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ചെറുപ്പക്കാരനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. 24 വയസ്സുള്ള ചെറുപ്പക്കാരനെ MDMA കേസിൽ പിടിക്കപ്പെട്ടു. ആ കാണുന്ന വീടാണ്. എന്നിട്ട് ഉസ്താദെ, ഈ വാളിന്റെ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഒന്ന് നോക്കിക്കേ. ഞാൻ അവിടെ ഇരിക്കുന്ന ഉപ്പമാരുടെ മുഖത്തേക്കൊക്കെ നോക്കി. എല്ലാവരുടെ കണ്ണും ചുമന്നിരിപ്പുണ്ട്. സംഭവം എന്താ? വള്ളത്തിൽ പോകുന്ന ആളുകളാണ്, മത്സ്യത്തൊഴിലാളികളാണ്, കടൽ തീരത്താണ് വാള് കിടക്കുന്നത്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ വാള് കേൾക്കാൻ ഇരിക്കുന്ന 3/4% ആളുകള് മദ്യപിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ അവരുടെ മുമ്പിലാണ് ഈ വിഷയം അവതരിപ്പിക്കണത്. ഏത്? ലഹരിയുടെ വ്യാപനത്തെ കുറിച്ച് സംസാരിക്കണത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിച്ചിട്ട്, അപ്പൊ പിന്നെ എന്തിനാ പോലീസ് പ്രൊട്ടക്ഷൻ? പോലീസ് പ്രൊട്ടക്ഷൻ എന്താ? സാധേ, എല്ലാ വർഷവും ഇവിടെ വാള് നടക്കാറുണ്ട്. ആ വാളിന്റെ സദസ്സിൽ ഏത് നിമിഷം വേണമെങ്കിലും അടി നടക്കാറുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ചിലപ്പോ ഇവിടെ അടി കിടക്കും. അതുകൊണ്ടാണ് പോലീസ് പുറത്ത് കാവലിക്കണേ. എല്ലാ വർഷവും വാള് നടത്താറുണ്ട്. ആ വാളിന്റെ സദസ്സിലൊക്കെ അടി നടക്കലുണ്ട്. ചിലപ്പോ അടുത്ത നിമിഷം ചിലപ്പോ ഇവിടെ അടി നടക്കും. അതുകൊണ്ടാണ് പോലീസ് നേരത്തെ വന്ന് അവിടെ കാവല് നിൽക്കുന്നത്. പള്ളിയുടെ മുറ്റത്ത് വാള് നടക്കുന്ന സദസ്സിൽ എങ്ങനെ ഇരിക്കണം നമ്മുടെ സമുദായം? എന്നിട്ട് മദ്യവെച്ചിട്ടിരിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ ലഹരിയുടെ വിഷയത്തിൽ പേടിയാണ്. ഉസ്താദെ, കൊളത്തൂപ്പുഴയിൽ ഉസ്താദ് ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോ ഉസ്താദ് വീട്ടിലേക്ക് പോകുന്ന വഴിയില് സുബ്ഹാനല്ലാഹ് ഉസ്താദിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഉസ്താദ് പേരൊന്നും പരാമർശിച്ചില്ല. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ വ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരും മദ്യപിക്കല്ലേ ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഉസ്താദ് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. ഉസ്താദ് പോകുന്ന വഴിയിൽ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്ത സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ടാ നിങ്ങള്? നമുക്ക് കാണാൻ സമയമില്ലല്ലോ, നമ്മുടെ സീരിയലിന്റെ പിറകെയല്ലേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സീരിയലിന്റെ കാര്യം പറയുമ്പോഴാണ് മറ്റൊരു സദസ്സിൽ ഞാൻ ഇങ്ങനെ വാളു പറയുമ്പോ നിങ്ങൾ ഉമ്മമാരൊക്കെ സീരിയലിന്റെ പിറകെയാണ്. അവിടെ ഇരുന്നിട്ട് കരയുകയാണ്. മക്കളെ കുറിച്ച് ചിന്തിക്കാൻ, ദീനിനെ കുറിച്ച് ചിന്തിക്കാൻ, നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹയെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കും സമയമില്ലാത്തൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഒരു വാളിന്റെ സദസ്സിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോ വാളിന്റെ സദസ്സിലിരിക്കുന്ന പെൺകുട്ടികൾ, ആ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ് ഉസ്താദേ, ഉമ്മമാര് സീരിയലിന്റെ പിറകെയല്ല, വെബ് സീരീസിന്റെ പിറകെയാണ്.
സീരിയലൊക്കെ പണ്ട്, ഇപ്പൊ വെബ് സീരീസ് ആണ്. ചെവി കടിച്ചു പറിക്കണത്, കരള് കുത്തി പറിക്കണത്, ഇതൊക്കെയാണ് ഉമ്മമാര് മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീരിയലൊക്കെ പണ്ട് ഉസ്താദെ ആ കാലമൊക്കെ കഴിഞ്ഞെന്ന്. ഇപ്പൊ വെബ് സീരീസിന്റെ പിറകെയാണ്. എങ്ങനെ ഇരിക്കണം? ഒരു പെൺകുട്ടി എഴുന്നേറ്റിട്ട് പറയാണ്, ഉസ്താദെ അങ്ങനെയല്ല, വെബ് സീരീസ്. എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, ആവേശം കൊണ്ടിട്ടാണ് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞത്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ മക്കളെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. സമയമുണ്ടാ വാള് കേൾക്കാനൊന്നും ഒന്നിനും സമയമില്ലെന്ന്. മനുഷ്യന്മാരിന്ന് തിരക്ക് പിടിച്ച ജീവിതമല്ലേ. ഒന്നിനും സമയമില്ലാതെ പോകുമ്പോ നമ്മുടെ മക്കളെ ലഹരിയുടെ പിറകെ പരക്കം പായുകയാണ്. മറന്നുപോകല്ലേ ഉമ്മാ, മറന്നുപോകല്ലേ ചെറുപ്പക്കാരാ. ഇസ്ലാം കർശനമായി വിലക്കിയതാണ്. നിങ്ങൾ മദ്യപിക്കല്ലേ, ലഹരി ഉപയോഗിക്കല്ലേ, അത് ഹറാമാണ്. പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ കർശനമായി വിലക്കുമ്പോ ആ നസീഹത്തുകൾ ഉസ്താദ് ഇത് വാളിന്റെ സദസ്സുകളിൽ പറയുമ്പോ, ഇത്തരം വിഷയങ്ങൾ വാളിന്റെ സദസ്സുകളിൽ ഉസ്താദ് പറയുമ്പോഴത്തേക്ക് ഉസ്താദിനെതിരെ ട്രോളുകളാണ്. നഫീസ ഉമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മ മണാലിയിൽ പോയി മഞ്ഞ് വാരി ഇട്ടിട്ട് എന്ത് ചെയ്തു? സുബൈദാവാ, പാത്തുമാവാ, കുഞ്ഞുമ്മാവാ, എല്ലാരും വാ, നമുക്ക് അടിച്ചു പൊളിക്കാം, വീട്ടിലിരുന്നാ പോരെ, വാ അടിച്ചു പൊളിക്കാം. ഉമ്മമാര് അടിച്ചു പൊളിക്കുമ്പോ മക്കളുമാര് വേറൊരു വഴി കൂടെ അടിച്ചു പൊളിക്കാൻ പോകും. എങ്ങനെ ഇരിക്കണ്? ആ ഉമ്മയെ കുറ്റം പറയുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വേറൊരു വഴി കൂടെ പോകുമ്പോ നമ്മൾ താലോലിച്ച് വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കള് നമ്മളെയും വിട്ട് മറ്റൊരു വഴി കൂടെ പോവുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൽ ന്യൂ ഇയർ പിറന്നതിന് ശേഷം 2 മാസം പിന്നിടുമ്പോ ഏതാണ്ട് 20ഓളം കൊലപാതകങ്ങളാണ് ലഹരിയുടെ പേരിൽ നടമാടിയത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് ബോധം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ പറയുമ്പോ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറയുമ്പോ ലഹരിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുമ്പോ, കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുമ്പോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭരണഘടനയുടെ 47ാം തത്വത്തിൽ സംസ്ഥാനത്തിന് ലഹരിയുടെ നിർമ്മാർജ്ജനത്തെ തടയാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ടെന്ന് പറയുമ്പോ ബാർ തുറക്കാൻ സർക്കാരുകൾ മത്സരിക്കുന്നു. മദ്യവിപണനശാലകൾ തുറക്കാൻ സർക്കാർ മത്സരിക്കുകയാണ്. മദ്യത്തിന്റെ ഗുണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മന്ത്രിമാര് സംസാരിക്കുന്നു. അള്ളാഹു നാളെ കാത്തിരക്ഷിക്കട്ടെ. മന്ത്രിമാര് മദ്യത്തിന്റെ ഗുണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ബാറുകളും ബിവറേജുകളും തുറക്കാൻ സർക്കാരുകൾ മത്സരിക്കുന്നു. സിനിമാ തിയേറ്ററുകളിൽ വയലൻസ് പ്രതിപാദിക്കുന്ന സിനിമകൾ ചിത്രീകരിക്കുന്നു. യുവതലമുറകളെല്ലാം ലഹരിക്ക് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു. മാതാപിതാക്കൾ ദുനിയാവിന്റെ പിറകെ മറ്റൊരു വഴിയെ പോകുന്നു. എവിടെ എത്തി നമ്മൾ? ചിന്തിക്കണ്ടേ? പോലീസ് ഇവിടെ പുറത്ത് കാവലിപ്പുണ്ടല്ലോ. എന്നെ കാത്തിട്ടല്ല, ഏതോ ഒരു മന്ത്രി വരാനുണ്ട്. മന്ത്രിക്ക് പൈലറ്റ് പോകാൻ വേണ്ടി പോലീസ് റോഡിൽ നിൽപ്പുണ്ട്. ചോദിച്ചു നോക്ക് നിങ്ങള്, അവരെ കൊണ്ട് മാത്രം തടഞ്ഞു നിർത്താൻ കഴിയുന്നതാണോ ഈ ലഹരിയുടെ ഉപയോഗവും അതിന്റെ വ്യാപനവും? പോലീസുകാർക്ക് ഒരു പരിധിയുണ്ട് അല്ലേ? നിയമ സംവിധാനങ്ങൾക്ക്, എക്സൈസുകാർക്കൊക്കെ ഒരു പരിധിയുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് കടന്ന് അവർക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ നിർത്തലാക്കണമായിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് സാധിക്കണമായിരുന്നു. ഏതമേരിക്ക? ലോകത്തിലെ സമ്പന്നന്മാരെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക. ആയുധ ബലം കൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തികളെന്ന് അഭിമാനിക്കുന്ന അമേരിക്ക. ആ അമേരിക്കയ്ക്ക് സാധിക്കണമായിരുന്നു ലഹരിയുടെ ഉപയോഗത്തെ തടയാൻ. അമേരിക്ക പോലും പരാജയപ്പെട്ടത് ലഹരിയുടെ ഉപയോഗത്തെ തടയുന്ന വിഷയത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ലോക പോലീസ് ചമയുന്ന അമേരിക്കയുണ്ടല്ലോ, $800 കോടി ചെലവഴിച്ച് 1 ലക്ഷം ഉദ്യോഗസ്ഥന്മാരെ നിരത്തി 20 ദിവസങ്ങൾ കൊണ്ട് നീണ്ട ഒരു ചർച്ച അമേരിക്കയിൽ. എത്ര കോടി? $800 കോടി ചെലവഴിച്ച് 2 ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാരെ നിരത്തി 20 നിരീശ്വരവാദിയാകാനും
ലഹരിക്ക് അടിമപ്പെടാനും കാരണം മാതാപിതാക്കളെ നിങ്ങളാണെന്ന് അള്ളാന്റെ റസൂല് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഈ വാളിന്റെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കുട്ടിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ്. ഒരു കുട്ടിയെ യഹൂദിയാക്കുന്നത്, ഒരു കുട്ടിയെ നസ്രാനിയാക്കുന്നത്, ഒരു കുട്ടിയെ മജൂസിയാക്കുന്നത്, ഒരു കുട്ടിയെ ലഹരിക്ക് അടിമയാക്കുന്നത്, ഒരു കുട്ടിയെ മദ്യപാനിയാക്കുന്നത്, ഒരു കുട്ടിയെ നാടിലെ ഏറ്റവും വലിയ ഗുണ്ടയാക്കുന്നത് മാതാപിതാക്കളെ നിങ്ങളാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. വാള് കേൾക്കാൻ വന്ന ഞങ്ങളായി കുറ്റക്കാരല്ലേ? വാള് കേൾക്കാൻ വന്ന ഞങ്ങളായോ കുറ്റക്കാര്? അതെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരുമാണെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എങ്ങനെയാ നമ്മൾ കുറ്റക്കാരാകുന്നത്? അതും കൂടി എന്നാ ഉസ്താദ് പറ. ഞങ്ങൾ കുറ്റക്കാരാണെന്ന് ഉസ്താദ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എങ്ങനെ കുറ്റക്കാരാകുന്നത് എന്ന് അതും കൂടി ഉസ്താദ് പറ. അത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? അത് കേൾക്കാൻ, അതെങ്ങനെയാ നിങ്ങൾ കുറ്റക്കാരാകുന്നത്? അത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ? ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഉസ്താദ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ കാരണം? വാപ്പമാർക്കാർക്കും ആഗ്രഹമില്ലേ? ഒന്ന് പൊക്കി. വാപ്പമാരായൊരു പൊക്കിയാതെ വേറൊരു സദസ് വന്നു പോയപ്പോഴത്തെ കുഞ്ഞു മക്കളൊക്കെ കൈവൊക്കാണ്. വാപ്പ ആയിട്ടില്ല, ആകാത്തവരിങ്ങനെ കൈവൊക്കെയാണ്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, അവർക്കും ആഗ്രഹമുണ്ട്. വാപ്പയാകാനൊക്കെ അവർക്കും ആഗ്രഹം കാണില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് മാതാപിതാക്കള് കാരണമാകുന്നത്? മക്കള് യഹൂദിയാകാനും നിരീശ്വരവാദിയാകാനും യുക്തിവാദിയാകാനും മദ്യപാനിയാകാനും ലഹരിക്ക് അടിമയാകാനും ഒക്കെ നമ്മൾ എങ്ങനെയാണ് കാരണമാകുന്നത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞുങ്ങളും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിന്മേലാണ്. റോസാപ്പൂവിന്റെ നൈർമല്യമുള്ള മനസ്സുകളുമായിട്ടാണ് ഭൂമി ലോകത്തേക്ക് ഓരോ കുഞ്ഞുങ്ങളും പിറന്നു വീഴുന്നത്. പിന്നെ എങ്ങനെയാ അവർ വഴിതെറ്റിപ്പോകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, മാതാപിതാക്കളെ നിങ്ങളാണ്. ഇന്ന് രക്ഷിതാക്കൾ മക്കളെ ചേർത്ത് പിടിക്കേണ്ടുന്ന പല സന്ദർഭങ്ങളിലും മക്കളെ അകറ്റി നിർത്തുന്നുണ്ടല്ലോ. അത് ശരിയാണല്ലോ, ആ പറയുന്നത് ശരിയാണല്ലോ. മക്കളെ ഇന്ന് ചേർത്ത് പിടിക്കുന്നതിന് പകരം ആ മക്കളെ നമ്മൾ ഇന്ന് അകറ്റി നിർത്തുകയാണ്. നിസാര കാര്യങ്ങളുടെ പേരിൽ ആ മക്കളെ നമ്മൾ അകറ്റി നിർത്തുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടമുള്ള വഴികളിലേക്ക് അവർ തിരിയും, ഇല്ലേ? അവരെ തൃപ്തിപ്പെടുത്തുന്ന, അവരെ സന്തോഷപ്പെടുത്തുന്ന, അവർ ആഗ്രഹിക്കുന്ന, അവർക്ക് സന്തോഷം കിട്ടുന്ന, ടൈം പാസ് ആകുന്ന വഴികളിലേക്ക് സ്വാഭാവികമായിട്ടും ആ മക്കള് തിരിയൂലേ? ഇല്ലേ? നമ്മൾ അകറ്റി നിർത്തുമ്പോ മക്കളെ ആരാണ് സന്തോഷിപ്പിക്കുന്നത്? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ മകൾക്ക് നമ്മളോട് പല കാര്യങ്ങളും പറയാനുണ്ടാകും, അല്ലേ? പല സങ്കടങ്ങളും പറയാനുണ്ടാകും. മുതിർന്ന കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് 18, 19, 20, 22 വയസ്സായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹോർമോൺ വ്യത്യാസമാകുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പല പ്രതിഫലനങ്ങളും ഉണ്ടാകും. അവരുടെ സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ പരാതികൾ, അവരുടെ പരിഭവങ്ങൾ ഒക്കെ നമ്മുടെ അടുത്ത് പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ പല കുട്ടികൾക്കും പേടിയാണ്. അല്ലെങ്കിലോ പല ആളുകളോട് പറയാൻ നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികൾ വന്ന് നമ്മുടെ അടുത്ത് പരാതി പറയുമ്പോൾ നമ്മൾ കേൾക്കൂല. നമ്മൾ വേറെ വഴിയില്ല, നമുക്കവരെ കേൾക്കാൻ സമയമില്ല. സ്വാഭാവികമായിട്ടും ഈ മക്കൾ എന്ത് ചിന്തിക്കും? പെൺകുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുക എന്ന് പറഞ്ഞു തരട്ടെ. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? ഇൻസ്റ്റഗ്രാമില് സ്റ്റോറി ഇടും, സാഡ് മോഡ്, അയ്യോ സങ്കടം, ചിലപ്പോ കരയുന്ന ഫോട്ടോ ഇടും, അല്ലേ? സത്യമാണ്, പെൺകുട്ടികളൊക്കെ ചിരിക്കുന്നു. ശരിയാണല്ലോ ഉസ്താദ്, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഞാനും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ, നമ്മളും ഇതൊക്കെ കാണുന്ന ആളുകളല്ലേ. പെൺകുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ അവരുടെ സങ്കടങ്ങളോ അവരുടെ പരാതികളോ പരിഭവങ്ങളോ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് മക്കൾ വരുമ്പോഴത്തേക്ക് കേട്ടിട്ടില്ലെങ്കിൽ ഈ സ്വാഭാവികമായും ഈ മക്കൾ എന്താ ചിന്തിക്കും? ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാം, സാഡ് മൂഡ്, പിന്നെ ഇങ്ങനെ നിൽക്കും, കരഞ്ഞു നിൽക്കും, പല കോഷ്ടികൾ കാണിക്കും,
പല 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 കോലങ്ങളും കാണിക്കും, പല രീതിയിൽ നിൽക്കണ കാണാം. ആ സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികൾ കാണിക്കണാണ് സാഡ് മൂഡ്. അപ്പൊ ഇത് കാണുന്ന അവളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള്, അവളുടെ സ്റ്റോറി കാണുന്ന ഒരാള് ഉടനെ അവൾക്ക് മെസ്സേജ് അയക്കും, എന്താ ചക്കരേന്ന്, എന്താ വിഷയം, എന്റെ മുത്തു പറ, എന്റെ ചെല്ലക്കിളി പറ, എന്റെ തങ്കം പറ, എന്റെ പൊന്നു മോളല്ലേ, നിനക്ക് എന്ത് പറ്റിയടാ കുട്ട. ആ കുട്ടയില് വീഴും. പിന്നെ അവള് വട്ടിയായിട്ടായിരിക്കും വരണത്. കുട്ടയില് വീഴും, പിന്നെ അവള് വട്ടിയായിട്ടായിരിക്കും വരണത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ കുട്ട, എന്താ ചക്കര, എന്റെ മുത്തേ, എന്റെ വാവേ, എന്റെ ചെല്ലക്കിളി പറ, നിനക്ക് എന്ത് ഇത്ര വിഷമം, നമുക്ക് റൂം എടുക്കാം, നമുക്ക് ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടാം, ബീച്ചിൽ വാ, നമുക്ക് കാണാം, നിന്റെ സങ്കടങ്ങളൊക്കെ എന്റെ അടുത്ത് പറ, നീ ചില്ലാവ്, ചില്ല്, ഡാർക്ക് അടിക്കല്ലേ മോളെ, ചില്ലാവ്, നൈസായിട്ട് ഇങ്ങോട്ട് വാന്ന്, നമുക്ക് അടിച്ച് പൊളിക്കാം. ഇതൊക്കെ അവര് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ വിചാരിക്കും, ഓ എന്റെ സങ്കടം കേൾക്കാൻ, എന്റെ വിഷമം കേൾക്കാൻ, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ രാകേഷെങ്കിലും ഉണ്ടല്ലോ, സുധീറെങ്കിലും ഉണ്ടല്ലോ, സുമേഷെങ്കിലും ഉണ്ടല്ലോ, ജോസഫെങ്കിലും ഉണ്ടല്ലോ, കുട്ടേട്ടനെങ്കിലും ഉണ്ടല്ലോ, കലിപ്പന്റെ കാന്താരി ഇതൊക്കെ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ, കലിപ്പൻ ഉണ്ടല്ലോ, ഇങ്ങനത്തെ പല ആളുകളും ഉണ്ടല്ലോ. ഭാഗ്യം എനിക്കും കിട്ടി എന്റെ ചക്കര, എന്റെ മുത്ത്, എന്റെ വാവ, എന്റെ പൊന്നും കൂടം, എന്റെ സങ്കടം കേൾക്കാൻ എനിക്കൊരാളുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടീനെ എന്ത് ചെയ്യും, ബ്രെയിൻ വാഷ് ചെയ്യും. ചോദിച്ച് 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 വിഷയങ്ങളൊക്കെ പറഞ്ഞ്. അപ്പൊ ഇവക്ക് മനസ്സിലാവും, എന്റെ വാപ്പ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, എന്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ. അവൻ എന്നെ മനസ്സിലാക്കുന്നു, അവൻ എന്റെ സങ്കടം കേൾക്കുന്നു, എന്നെ മോട്ടിവേഷൻ ചെയ്യുന്നു, എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും വീണ്ടും കേറി വാ, അടിച്ചു കേറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്യുന്നു, പുട്ടിപ്പെടുത്തുന്നു. പെൺകുട്ടികൾക്ക് അങ്ങോട്ട് ആവേശമായിട്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സാഡ് മൂഡൊക്കെ മാറും. ചില്ലെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളായിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്യലായി, പിന്നെ പരസ്പരം കാണലായി. കുഞ്ഞ് വീണ് കേട്ടാ, അങ്ങോട്ട് ശ്രദ്ധിക്കും, അള്ളാഹു ശിവ എടുക്കട്ടെ, അള്ളാഹു എടുക്ക. സമദ് ഉസ്താദെ അങ്ങോട്ട് ചെല്ലി, ഉസ്താദിന് അള്ളാഹു മോന് വയറ്റിലാണ്, ഉസ്താദിന്റെ ഭാര്യ, അള്ളാഹു കബൂലാക്കട്ടെ. ഉസ്താദിന്റെ ഭാര്യ ഗർഭിണിയാണ്, ആ കുഞ്ഞുങ്ങൾ വീണ്, ഇത് കണക്കൊക്കെ നോക്കാനുള്ളതാണ്. അള്ളാഹു കബൂലാക്കട്ടെ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാളെ, സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. സ്വാഭാവികമായിട്ടും ഇവൻ എന്ത് ചെയ്യും, അവളെ പരമാവധി ഉപയോഗപ്പെടുത്തും. അവസാനം കുട്ട എന്ന് വിളിച്ച ചെറുക്കൻ ഇവളെ വയറ്റിലാക്കി കൊടുക്കും. അവസാനം വട്ടിയുമായിട്ട് നിറവയറുമായിട്ട് വരും. നമുക്ക് പരാതിയില്ലല്ലോ, നമ്മുടെ മക്കള് ആരുടെ ബൈക്കിൽ കയറി വന്നാലും നമുക്ക് പരാതിയില്ലല്ലോ, ആരുടെ പിറകെ കയറി വന്നാലും നമുക്ക് പരാതിയില്ല, എത്ര താമസിച്ചു വന്നാലും നമുക്ക് പരാതിയില്ല. അത് ചോദിക്കല്ലേ, എന്റെ കൊച്ചിന്റെ അടുത്ത് ചോദിക്കല്ലേ, എന്റെ മുത്തിന്റെ അടുത്ത് ചോദിക്കല്ലേ. അവള് കയറി കെട്ടിത്തൂങ്ങി മരിക്കും, ആത്മഹത്യ ചെയ്യും. എന്തടി താമസിച്ചു വന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. അവള് കണ്ണുരുട്ടിയാ പിന്നെ ഒന്നും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഉസ്താദെ. അവൾ എത്ര മണിക്ക് വേണമെങ്കിലും വന്നോട്ട്, ആരുടെ ബൈക്കിന്റെ പിറകെ വേണമെങ്കിലും വന്നോട്ട്, എവിടെ വേണമെങ്കിലും പോയിരുന്ന് സല്ലപിക്കട്ടെ, എനിക്കൊരു പരാതിയില്ല. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് ആണല്ലോ, ഞാൻ പല സ്വതക്കകളും ചെയ്യുന്ന ആളാണല്ലോ, അത് എനിക്കത് ബാധിക്കേണ്ട വിഷയമില്ല. മക്കള് മക്കളുടെ വഴി, എനിക്ക് എന്റെ വഴി, മക്കൾക്ക് മക്കളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഞാനൊക്കെ ചിക്കൻ മേടിച്ചു കൊടുക്കാറുണ്ട്, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കലുണ്ട്, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കലുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കലുണ്ട്. പ്രത്യേകമായി ഒരു റൂമൊക്കെ ചെയ്തു കൊടുക്കും. ചില ഉമ്മമാര് വന്ന് പറയുന്ന സങ്കടം, പല ഉമ്മമാരും പറയുന്ന ഒരു കാര്യ, ഇപ്പൊ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു കാര്യ. പണ്ട് എന്റെ കൊച്ച് 18 വയസ്സുള്ള എന്റെ മകൻ ഭയങ്കര കളിയായിരുന്നു ഉസ്താദെ. അവൻ എന്തൊക്കെ തമാശകൾ പറഞ്ഞു നടന്ന ചെറുക്കനാണെന്നറിയോ. കുട്ടികളുമായിട്ട് ഗ്രൗണ്ടിൽ പോയാലും രാത്രിയൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവനെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നുണ്ടല്ലോ 24 വയസ്സാ എന്റെ മോന്. മോൻ നന്നായി ഉസ്താദെ. നമ്മൾ ചിന്തിക്കുകയാണ്, എന്റെ മോൻ നന്നായി ഉസ്താദെ. ഇപ്പൊ അവൻ റൂം വിട്ട് പുറത്തിറങ്ങലില്ല, അവൻ അനാവശ്യമായ കൂട്ടുകെട്ടുകളില്ല, നിസ്കരിക്കും, നോമ്പ് പിടിക്കും. വഞ്ഞാറമൂട് 23 വയസ്സുള്ള അഫാനിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞതാണ്. എന്താ അഫാനിനെ കുറിച്ച്? അവൻ നോമ്പ് പിടിക്കും, അവന് മോശമായൊരു സ്വഭാവമില്ല, അവന് ദുശീലങ്ങളില്ല. പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തലിൽ അവൻ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അവന്റെ ബ്ലഡൊക്കെ ഇനി ടെസ്റ്റിന് അയക്കണം, അതിന്റെ പരിശോധന റിസൾട്ടൊക്കെ വരണം, അപ്പോഴേ അവൻ അതിന് അഡിക്റ്റ് ആയിരുന്നോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പ്രാഥമികമായ കണ്ടെത്തലിൽ അവൻ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നമ്മുടെ ഉമ്മമാരും ഇതേ വാശ്യമല്ലേ പറയണത്, എന്റെ കൊച്ചിപ്പ റൂം വിട്ട് പുറത്തിറങ്ങാനില്ല,
നല്ല മുത്ത് കിളിയാണ്, ചെല്ല കിളിയാണ്. അവൻ റൂം വിട്ട് പുറത്തിറങ്ങാറില്ല, അവന്റെ കണ്ണ് ചുമക്കലില്ല, ദേഷ്യപ്പെടാറില്ല, സങ്കടപ്പെടാറില്ല. കൊടുക്കണത് കഴിച്ച് അവൻ കുടിച്ച് വീട്ടിൽ തന്നെ സ്വസ്ഥം സമാധാനം. അതുകൊണ്ട് എനിക്കിപ്പോ സമാധാനമുണ്ട്. പേടിക്കണം, അങ്ങനെയുള്ളവർ നമ്മൾ പ്രത്യേകം പേടിക്കണം. എന്താ MDMA എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഉമ്മമാര് കണ്ടിട്ടുണ്ടാ? MDMA എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ അത് ഉപയോഗിച്ചാ പിന്നെ കണ്ണു ചുമക്കൂല, ആരോടും അധികമായിട്ട് സംസാരിക്കൂല, അതിന്റെ വാസന ഉണ്ടാവൂല, മദ്യപിച്ച് ലക്ക് ഇടുന്നത് പോലെ ഇതുപോലെ ആടൂല, സൈലന്റ് ആയിരിക്കും ആള്. അപ്പൊ നമ്മൾ ഉമ്മമാര് വിചാരിക്കണം എന്താ, എന്റെ കൊച്ച് നന്നായി, അവൻ പറഞ്ഞാ കേക്കും, വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സംഭവം വീട്ടിന്റെ റൂമിനകത്ത് സ്വന്തം മക്കള് ഇതായിരിക്കും ഉപയോഗിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ആ മക്കൾ എന്തോ ഉപയോഗിക്കുന്നു എന്നും ആ മക്കൾ എവിടെ പോകുന്നു എന്നും ആരോടൊപ്പം പോകുന്നു എന്നുമെല്ലാം, ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം, ആ മക്കളെ സ്നേഹിക്കുന്നതിനോടൊപ്പം, ആ മക്കൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നതിനോടൊപ്പം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനോടൊപ്പം ആ മക്കളുടെ സർവ്വ കാര്യങ്ങളിലും നമ്മൾ ഇടപെടണം. നമ്മളിപ്പോഴും ഫേസ്ബുക്കിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഫേസ്ബുക്കിൽ എന്റെ കൊച്ചു കളിക്കുന്നില്ലല്ലോ. കൊച്ചു ഫേസ്ബുക്കും വിട്ട്, വാട്സപ്പും വിട്ട്, ഇൻസ്റ്റയും വിട്ട്, സ്നാപ്ചാറ്റും വിട്ട്, ത്രെഡ്സും കഴിഞ്ഞ് വേറെ ഏതോ ലോകത്തെത്തി. പെൺകുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫോട്ടോകളുണ്ടല്ലോ, ടെലിഗ്രാമിൽ ഒരു ഡാർക്ക് വെബ് ഉണ്ടത്രേ. ആ ഡാർക്ക് വെബിൽ നിങ്ങളെ വിൽക്കുകയാണ്, നിങ്ങളെ വിൽപ്പന ചരക്കാക്കുകയാണ്. സൂക്ഷിക്കണേ ചെറുപ്പക്കാരികളെ, സഹോദരികളെ. നിങ്ങൾ വലിയ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടായിരിക്കാം നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിങ്ങളുടെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഫോട്ടോകൾ അടർത്തിയെടുത്ത് ചില ചിത്രങ്ങളുടെ അകമ്പടിയോടുകൂടി മസാലകളൊക്കെ ചേർത്ത് മോർഫ് ചെയ്ത് ഏച്ചു വെച്ച് മുഴച്ചിരിക്കുന്ന രീതിയിൽ ആര് കണ്ടാലും കൊതിക്കുന്ന, ആർക്കും വികാരം തോന്നുന്ന രൂപത്തില് നിങ്ങളുടെ ഫോട്ടോപ്പം സഞ്ചരിക്കണം. നമ്മൾ പഴയ കാലത്ത് ഇപ്പൊ നിൽക്കണതേ ഉള്ളൂ, മക്കള് വേറെ ഏതോ ലോകത്തെത്തി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കള് ലഹരി ഉപയോഗിക്കാൻ കാരണം, ഈ മക്കള് വഴിതെറ്റാൻ കാരണം, ഈ മക്കള് മദ്യപിക്കാൻ കാരണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് രക്ഷിതാക്കള് മക്കളെ ചേർത്ത് പിടിക്കേണ്ട പല സന്ദർഭങ്ങളിലെല്ലാം ആ മക്കളെ അകറ്റി നിർത്തുകയാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ആ മക്കളെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ആ മക്കൾക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, അവരുടെ പരാതികളും അവരുടെ സന്തോഷങ്ങളിലും അവരുടെ സന്താപങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ, ഉറപ്പാണ് ഉപ്പാ, ഈ മക്കള് ഒരിക്കലും വഴിതെറ്റിപ്പോകൂല, ഒരിക്കലും ഈ മക്കള് മദ്യപാനിയാകൂല, ഒരിക്കലും ഈ മക്കള് ലഹരിക്ക് അടിമയാകൂല. നിങ്ങൾ ആ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്ക്, ഒരിക്കലും ആ മക്കള് വഴിതെറ്റിപ്പോകൂല. അകറ്റി നിർത്തുമ്പോ സദസ്സിൽ നമുക്ക് ദുആ ചെയ്യണം, നമ്മുടെ മക്കള് നന്നാകാൻ, നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാകാൻ, ഇരു ലോകത്തും ഉപകാരപ്പെടുന്നവരാകാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാ. ഒരു 11 സ്വലാത്ത് ചൊല്ലിക്കോ ബിഹഖി സല്ലല്ലാഹു. ഉറക്കച്ചൊല്ല് ചൊല്ലുന്നില്ലേ? ഉറക്കച്ചൊല്ലി. സ്വർണ്ണം ഞാൻ ചോദിക്കൂല, സ്വർണം ചോദിക്കൂല, അതൊക്കെ മറ്റേ നൗഷാദ് ബാക്കവി വരും. ഞാൻ സ്വർണം ഇട്ടോണ്ട് വരൂല. അപ്പോഴോ സ്വർണം കൊടുക്കണ്ട, പൈസ കൊടുത്താ മതി. ഉറക്കെ ചൊല്ലിക്കോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്നും പൈസ ആഗ്രഹിച്ചുകൊണ്ടോ സ്വർണം ആഗ്രഹിച്ചുകൊണ്ടോ ഒരു പിരിവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നതല്ല. 2010 ഇവിടെ അവസാനമായിട്ട് വഅ്ള് പരമ്പര നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്, ഇനിയുള്ള വർഷങ്ങളിൽ തുടർന്നും ഇനി ഇവിടെ വഅ്ളുകൾ നടത്തപ്പെടണം. ഖിയാമത്ത് നാളോളം വഅ്ള് സദസ്സുകൾ ഇനിയും തുടർന്നുണ്ടാകണം. അങ്ങനെ നിർത്തിവെക്കേണ്ടതല്ല. നമ്മുടെ മൊബൈലിൽ ബാറ്ററി ചാർജ് തീർന്നു പോകാറുണ്ട്. ചാർജ് തീർന്നു പോകുമ്പോ വീണ്ടും നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. എന്തിനാ? മൊബൈലിൽ കുറച്ചും കൂടി ചാർജ് ആകാൻ. ഈ വഅ്ളിന്റെ സദസ്സ് നമ്മൾ ഒത്തിരി ചാർജ് ആകാനുള്ളതാ, അല്ലേ? നമ്മളിപ്പോ തണുത്തുറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വേറെ ഏതോ ലോകത്താണ്. ആസുരതമുറ്റിയ രജനികളിൽ അന്ധകാരം ഭുജക സമാനമായി തകർത്താടുന്ന ഉത്തരാധുനികതയുടെ നടുമുറ്റത്ത് വറചട്ടിയിൽ നിന്ന് എഴുതിയിലേക്ക് കൂപ്പുകുത്തി വീഴാൻ വിധിക്കപ്പെട്ടവരായി മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
കാലഘട്ടമാണ്. വളരെയധികം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊരു 11 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാ നിങ്ങൾ ദുആക്ക് വേണ്ടി തയ്യാറായിക്കോ. ഇൻഷാ അല്ലാ ഞാൻ എന്റെ വിഷയത്തിന്റെ ആമുഖത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതാ രസം. ആമുഖത്തിൽ ഭരണഘടനയിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി ആഖിറം വരെ എത്തിച്ചേരാനുണ്ട്. അള്ളാഹു പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഉപ്പമാര് ചിന്തിക്കുന്നുണ്ടാകും, തട്ടത്തുമല ജാമിഅ ഹിദായയിൽ അന്ന് ഞാൻ ഒരു ചാക്ക് അരി ഞാൻ കൊണ്ട് കൊടുത്തിരുന്നു, ഞാൻ അവിടുത്തെ മക്കൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുത്തിരുന്നു. ആ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു വന്ന ഒരു മകൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മകനെ പോലെ ഞങ്ങളോട് ഉപദേശിക്കുമ്പോ അൽഹംദുലില്ലാ ഞാൻ അന്ന് കൊടുത്ത സ്വതക്കയ്ക്ക് മഹത്വമുണ്ടായി, അല്ലേ, സ്വീകാര്യതയുണ്ടായി എന്ന അഭിമാനത്തോടുകൂടി പറയാം. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും തീർച്ചയാണ് ഉമ്മ, ഓരോരോ തട്ടത്തുമലയിൽ പഠിച്ച ഓരോ മക്കളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങളുടെ സ്വതക്കകൾ കൊണ്ട്, സംഭാവനകൾ കൊണ്ട് വളർന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇൻഷാ അല്ലാ ഏത് വാളിന്റെ സദസ്സിൽ പോയാലും ഇൻഷാ അല്ലാ നമ്മളെ സഹായിച്ചവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ വാളിന്റെ സദസ്സിൽ ഇൻഷാ അല്ലാ ഒരു 11 സ്വലാത്ത് ചൊല്ലിക്കോ, നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂലാക്കട്ടെ. ബിഹഖി സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ചൊല്ലിക്കോ. നമ്മുടെ സ്വലാത്ത് മദീനയിലെത്തണം. മുത്തുനബി നമ്മളെ കാണണം. അവിടത്തെ മദദ് കൊണ്ട്, അവിടത്തെ പൊരുത്തം കൊണ്ട് നമ്മുടെ മക്കൾ നന്നാകണം. ആ മക്കളിലൂടെ നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കണം. ഇൻഷാ അല്ലാഹ് നിയ്യത്തിലാണ് ചൊല്ലാൻ പറഞ്ഞത്. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ കബൂലാക്കട്ടെ. ഷാനാസാക്ക, അതുപോലെ തന്നെ റിയാസാക്ക, അത് തട്ടത്തോല പഠിച്ച ഒരു സഹോദരനാണ് ഫിറോസാക്ക. ഇവിടെ ഉണ്ടാ? ഫിറോസാക്ക ഉണ്ടാ? ഗൾഫിലാണോ? അള്ളാഹു കബൂലാക്കട്ടെ. പ്രവാസിയാണ്. ഫിറോസാക്ക തട്ടത്തോല പഠിച്ചതാണ്. ഷാനാസാക്ക തട്ടത്തോലയിൽ എപ്പോഴും വരുന്ന ആളാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള പല ആളുകളും, നിങ്ങൾ ഭൂരിഭാഗം ആളുകളും അവിടെയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. നിങ്ങൾ എന്നെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അൽഹംദുലില്ലാ എനിക്കിന്ന് ഇവിടെ വരാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് 2010 നൗഷാദ് ബാക്കയുടെ വാള് പറയുമ്പോൾ പഠിച്ചവന് എനിക്കും 1-2 സ്ഥലങ്ങളുണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ. അവിടെ എനിക്ക് വാള് പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അവിടെ എനിക്കൊരു നസീഹത്ത് നടത്താൻ പറ്റിയിരുന്നെങ്കിൽ. അള്ളാഹു എൻ്റെ പ്രാർത്ഥനയിൽ ഉത്തരം നൽകിയ ദിവസമാണെന്ന്. അള്ളാഹു കബൂലാക്കട്ടെ. അതിനെന്നെ തെരഞ്ഞെടുത്ത ഷാനാവ് സാഹിബിനും അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകർക്കുമൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അവരിതിനു വേണ്ടി കഷ്ടപ്പെട്ടു. അല്ല, ഒരുപാട് നാളുകൾക്ക് ശേഷം തുടങ്ങിയ സദസ്സാണ്, അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇനി നിർത്തരുത്. ഇനി അടുത്ത വർഷം എന്നെ വിളിക്കാനല്ല ഞാൻ പറയുന്നത്. എന്നെക്കാളും നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന 1000 ഉസ്താദുമാരുണ്ട്. അവരൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ഈ യുവതലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ദീനി നസീഹത്തുകൾ നടത്തി നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. അതൊരു ബറക്കത്താണ്. അത് നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യുന്നത് പോലെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഉറക്ക ആമീൻ പറയണേ. അള്ളാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. അള്ളാഹു നമ്മുടെ നിയ്യത്തുകളെ കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ കുറവുകളും അള്ളാഹു പരിഹരിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മർഹമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ നാട്ടിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ അല്ലാ. ഈ മാസത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ
അല്ല. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ല. അനുസരണയുള്ള മക്കളാക്കണേ അല്ല. ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ല. പടച്ചവനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല. മക്കളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരുത്തല്ലേ അല്ല. മക്കളെ കൊണ്ട് തലകുനിക്കാൻ ഇടവരുത്തല്ലേ അല്ല. നാളെ മക്കള് പരാജയപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല. പടച്ചവനെ 3 ദിവസം ഇവിടെ വാളിന്റെ സദസ്സ് സംഘടിപ്പിക്കുമ്പോ ഈ സദസ്സ് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കി തരണേ അല്ലാ. പരിവർത്തനം നൽകണേ അല്ലാ. ഞങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഈ മക്കൾ നമ്മിൽ നിന്നും അകന്നു പോകും. അവർക്കിഷ്ടമുള്ള വഴിയെ പോകും. പിന്നെ പിടിച്ചാൽ കിട്ടൂല. അവസാനം നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദിനെ കാണുമ്പോൾ ഉസ്താദേ വസിയത്ത് ചെയ്യണേ. എന്താ കാരണം? എൻ്റെ കൊച്ചിനെ നന്നാകാൻ. നാട്ടിൽ പറയപ്പെട്ട ഗുണ്ടയാണെന്നാണ് പറയണത്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറയാനിട്ട് കാര്യമില്ല. മക്കൾ നന്നാകാൻ, അവർ നമ്മളോടൊപ്പം നിൽക്കാൻ, മറ്റു മോശമായ വഴികളിലൂടെ പോകാതിരിക്കാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ആ മക്കളെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം. സന്താപത്തിലും സങ്കടത്തിലും വിഷമത്തിലും അവർക്ക് പറയാനുള്ളതിലെല്ലാം, പരാതികളും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മക്കളോടൊപ്പം നിൽക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മക്കളുടെ ചിന്തയിൽ വരുന്ന ഒരു വിഷയം, എൻ്റെ വാപ്പയോടൊരു വിഷയം പറഞ്ഞാൽ, എൻ്റെ ഉമ്മയോടൊരു വിഷയം പറഞ്ഞാൽ എൻ്റെ വാപ്പ എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ നിൽക്കും എന്നൊരു തോന്നൽ നമ്മുടെ മക്കൾക്കുണ്ടായാൽ, ഇവിടെ ചിന്തിക്കണേ, നമ്മുടെ മക്കളുടെ മനസ്സിൽ എൻ്റെ വാപ്പയോട് എനിക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ആ വാപ്പ എൻ്റെ കൂടെ നിൽക്കും, ആ ഉമ്മ എൻ്റെ കൂടെ നിൽക്കുമെന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയാണ് ആ മക്കൾ ഒരിക്കലും നമ്മിൽ നിന്നും അകന്നു പോകൂല. ഒരിക്കലും ആ മക്കൾ വഴിതെറ്റിപ്പോകൂല. ഒരിക്കലും ആ മക്കൾ ആത്മഹത്യ ചെയ്യൂല. മറ്റു വഴികളിലൂടെ, മോശമായ വഴികളിലൂടെ കടന്നു പോകൂല. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, പരീക്ഷിച്ച് നോക്കി. ആ മക്കളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ വാപ്പ അടുത്ത് പറഞ്ഞാൽ വാപ്പ കേൾക്കും, ചെയ്യും, എന്നോടൊപ്പം നിൽക്കും എന്നൊരു തോന്നൽ ആ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയാൽ ആ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോകൂല. ചിന്തിക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വർത്തമാന കാലഘട്ടത്ത് മക്കളെ വളർത്താൻ പോലും അറിഞ്ഞുകൂടാത്ത മാതാപിതാക്കളുണ്ട്. നിസാര കാര്യങ്ങളുടെ പേരിൽ കുട്ടികളെ കുറ്റം പറയുന്നവരുണ്ടാകും, മോശമായി ചിത്രീകരിക്കുന്നവരുണ്ടാകും, 4 ആളുകളുടെ മുമ്പിലിട്ട് മക്കളെ മോശമായി പറയുന്നവരുണ്ടാകും, വഷളാക്കുന്നവരുണ്ടാകും, ശൈത്താൻ എന്ന് പറയുന്നവരുണ്ടാകും, മറ്റു കുട്ടികളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നവരുണ്ടാകും. ഒരിക്കലും നമ്മുടെ മക്കളെ അങ്ങനെ ഒരു കമ്പയറിങ് ചെയ്യാൻ പാടില്ല. നീ അവളെ കണ്ടുപടി, അവനെ കണ്ടുപടി, അവനെ നോക്കടാ, അവൻ ചെയ്യണ കണ്ട, അവൻ പള്ളിയിൽ പോണല്ലോ, അവൻ നിസ്കരിക്കണല്ലോ, അവൻ നോമ്പ് ഓടിക്കണല്ലോ, അവൻ പരീക്ഷയ്ക്ക് നല്ലോണം ജയിച്ചിട്ടുണ്ടല്ലോ, നീ എന്ത് പഠിക്കാത്ത ഹമുക്ക്, എന്തൊരു സാധനോടാ, നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. ഫാദർ ജോർജ് എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ കുട്ടികളുടെ മനഃശാസ്ത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതായിട്ട് കാണാം. ഫാദർ ജോർജ് എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നീ നിന്റെ കുട്ടികളിൽ കുട്ടിക്കാലങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ട്രോക്ക്, എന്റെ വയറ്റിൽ പറഞ്ഞല്ലോടാ, കൊന്നുകളയും ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ. ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ നമ്മളെ മക്കളെ നോക്കിയിട്ട്? പറയാറുണ്ടോ ഇല്ലയോ മനുഷ്യന്മാരെ? പറയാറുണ്ടാ? ഉണ്ട്. എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോടാ കുരുപ്പേ, അയവാനെ, അമുക്ക്, എന്ത് സാധനം, നിന്നെ ഞാൻ പെറ്റല്ലോടാ. പറയാറില്ലേ? ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടികളുടെ മനസ്സിൽ അതൊരു സ്ട്രോക്ക് ആയിട്ട് കിടക്കും. എന്നിട്ടോ അത് പിന്നീട് റിപ്ലൈ അടിച്ച് അത് മനസ്സിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടും. ആ കുട്ടികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും അത് പോകൂല. കൊല്ലും, നിന്നെ ഞാൻ കൊന്നുകളയും, നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. നിങ്ങൾ സൂക്ഷിക്കണം, ഭയക്കണം. ആ മക്കളുടെ മനസ്സിൽ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് അതിന്റെ റിപ്പീറ്റ് വരും, റിപ്ലൈ വരും. അതാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാപ്പാന്റെ കഴുത്ത് പിടിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ മക്കൾ കണ്ടില്ലേ? നമ്മൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂരിൽ പ്രഭാഷണത്തിന് പോകുമ്പോ ഉസ്താദേ, 2 ദിവസങ്ങൾക്ക് മുമ്പ് 22 വയസ്സുള്ള മകൻ ഉമ്മയെ
കഴുത്തറുത്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ഉമ്മ ഗുരുതരാവസ്ഥയിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറയുന്നു. ആ മകൻ ലഹരിക്ക് അടിമയായിരുന്നു. നിരന്തരമായി ഈ ഉമ്മയും വാപ്പയും കൂടി ആ കുട്ടിയിൽ വല്ലാതെ പ്രഷർ ചെലുത്തിയിട്ട് എപ്പോഴും ഭീഷണിപ്പെടുത്തലും കുറ്റം പറയലും വഴക്കു പറയലും ദേഷ്യം കാണിക്കലും ഒക്കെയായിരുന്നു. അവസാനം സഹി കെട്ടിട്ട് ഈ ചെറുക്കൻ ചെയ്തതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിന്നെ ലഹരിയും ഉപയോഗിച്ചിരുന്നു. അതെന്തിനാ? ധൈര്യത്തിന്. മദ്യപിച്ചിരുന്നു. എന്തിനാ? ഒരു ധൈര്യത്തിന് ഇരിക്കട്ടെ. എന്നിട്ടോ ഉമ്മാടെ കഴുത്തറുത്ത് ഉമ്മപ്പ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലാണ്. ഇവിടെയാണ് ഫാദർ ജോർജ് എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ നമ്മളോട് വിളിച്ചു പറയുന്നത്, കുട്ടിക്കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ട്രോക്ക് അത് പിൽക്കാലത്ത് റിപ്പീറ്റായി റീപ്ലേ ആയി അത് ഭീതിജനകമായ ഒരു അവസ്ഥയിൽ അത് നിങ്ങളിലേക്ക് തന്നെ അത് ആ മക്കൾ തിരിച്ചടിക്കും. സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയുണ്ടായ പല സന്ദർഭങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. ആ മക്കളെ നമ്മുടെ കൈവെള്ളയിൽ ചേർത്ത് പിടിക്കണം. ഒരിക്കലും ആ മക്കൾ വഴിതെറ്റിപ്പോകൂല. ഒരിക്കലും ആ മക്കൾ പാഴായി പോകൂല. അങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം ആ മക്കളെ ഒരിക്കലും നമ്മൾ കുറ്റം പറയാതിരിക്കുകയും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചേർത്ത് പിടിച്ച ആ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായിട്ട് ആത്മീയ മേഖലകളിലോ ഭൗതിക മേഖലകളിലോ ഈ മക്കൾ വളർന്നു ഉന്നത തലങ്ങളിലേക്ക് എത്തും. അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ. പ്രശസ്ത ശാസ്ത്രകാരനായിരുന്ന തോമസ് ആൽവ എഡിസൺ, നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കാറുണ്ട്. പ്രശസ്ത ശാസ്ത്രകാരനായിരുന്ന തോമസ് ആൽവ എഡിസൺ. ആ തോമസ് ആൽവ എഡിസന്റെ കുട്ടിക്കാലത്ത് ആ തോമസ് ആൽവ എഡിസൺ ഒരു പനി ബാധിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദിവസം സ്കൂളിൽ പോകാൻ കഴിയാതെയായി. തോമസ് ആൽവ എഡിസന്റെ സംസാരം നഷ്ടപ്പെട്ടു. സംസാരിക്കാൻ കഴിയാതെയായി. അങ്ങനെ പനി മാറി. തോമസ് ആൽവ എഡിസൺ സ്കൂളിൽ ചെല്ലുമ്പോ അവിടുത്തെ സ്കൂൾ ടീച്ചർ, ക്ലാസ് ടീച്ചർ തോമസ് ആൽവ എഡിസന്റെ കയ്യിൽ ഒരു കത്തെഴുതി കൊടുത്തു വിടുകയാണ്. ഇത് വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറയുകയാണ്. നിന്റെ അമ്മയുടെ കയ്യിൽ ഈ കത്തെഴുതി കൊടുക്കണം. അങ്ങനെ തോമസ് ആൽവ എഡിസൺ എന്ന ആ പിഞ്ചുകുട്ടി സ്കൂളിൽ നിന്നും വന്ന് അമ്മയുടെ കയ്യിൽ ഈ കത്ത് കൊടുക്കുകയാണ്. അമ്മ ആ കത്ത് വായിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ആ ഉമ്മ കത്ത് ആ മകൻ കേൾക്കെ ഉറക്കെ വായിക്കുകയാണ്. ഈ കുട്ടി ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമതിയായ കുട്ടിയാണ്. ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. അപാര ബുദ്ധിയാണ് നിങ്ങളുടെ കുട്ടിക്ക്. അതുകൊണ്ട് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ പ്രാപ്തരായ അധ്യാപകർ ഈ സ്കൂളിലില്ല. അത്രയും വലിയ കഴിവുള്ള, അത്രയും വലിയ ബുദ്ധിയുള്ള പ്രതിഭാശാലിയായ ഒരു കുട്ടിയാണ് ഈ കുട്ടി. ആ കുട്ടിയെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടിയെ വീട്ടിലിരുത്തി തന്നെ പഠിപ്പിച്ചാൽ മതിയെന്ന് ആ ക്ലാസ് ടീച്ചർ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തു വിടുകയാണ്. പിൽക്കാലത്ത് ഈ അമ്മ ആ കുട്ടീനെ വീട്ടിലിരുത്തി തന്നെ പഠിപ്പിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. കാലങ്ങൾ പിന്നിട്ടതിന് ശേഷം ഈ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന കുട്ടി പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായിട്ട് മാറി. സുബ്ഹാനല്ലാഹ്. എങ്ങനെ? ഇവിടെ ശ്രദ്ധിക്കണം. ഈ കുട്ടി ലോകം കണ്ട ഏറ്റവും വലിയ ആ നൂറ്റാണ്ടിലെ പ്രതിഭാശാലിയായിട്ട് ഈ കുട്ടി മാറുകയാണ്. അങ്ങനെ അമ്മ മരണപ്പെട്ടു. അമ്മയുടെ വിയോഗശേഷം തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഈ കുട്ടി വീടിന്റെ അകത്തളങ്ങളിൽ അമ്മയുടെ റൂം പരിശോധിക്കുമ്പോ ആ അമ്മയുടെ അലമാരയിൽ നിന്നും പണ്ട് കുട്ടിക്കാലത്ത് അധ്യാപിക എഴുതി കൊടുത്ത ആ ലെറ്റർ തോമസ് ആൽവ എഡിസന്റെ കയ്യിൽ കിട്ടുകയാണ്. അങ്ങനെ തോമസ് ആൽവ എഡിസൺ ഈ കത്ത് വായിച്ചു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതിനകത്ത് എന്താ എഴുതിയിരുന്നെന്നറിയോ? അത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു റിപ്ലൈ വരട്ടെ. ഉണ്ടോ? ആ തോമസ് ആൽവ എഡിസൺ ആ അധ്യാപിക എഴുതി കൊടുത്ത കത്ത് വായിക്കുകയാണ്. നിങ്ങളുടെ കുട്ടി ഏറ്റവും വലിയ മന്ദബുദ്ധിയാണ്. ഇതാണ് അന്ന് ആ ടീച്ചർ എഴുതി കൊടുത്തത്. ഞാൻ പറയുന്നു, ആ ടീച്ചർ യഥാർത്ഥ അധ്യാപിക അല്ല. യഥാർത്ഥ അധ്യാപികയായിരുന്നുവെങ്കിൽ ആ കുട്ടീനെ ചേർത്ത് പിടിക്കുമായിരുന്നു. ഒരു സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുമായിരുന്നു. ആ കുട്ടീനെ മോട്ടിവേഷൻ ചെയ്യുമായിരുന്നു.
എന്നാൽ തോമസ് ആൽവ എഡിസൺ കുട്ടിക്കാലത്ത് മന്ദബുദ്ധിയായിരുന്നു അത്രേ. നിങ്ങളുടെ മകൻ ലോകം കണ്ട ഏറ്റവും വലിയ മന്ദബുദ്ധിയാണ്, ആ കുട്ടീനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് അമ്മ വീട്ടിലിരുത്തി ആ കുട്ടീനെ പഠിപ്പിച്ചെടുത്താൽ മതി എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. പക്ഷേ അമ്മ ആ കത്ത് വായിച്ചത് ഏത് രൂപത്തിലാ? എന്റെ കുട്ടി ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ കുട്ടിയാണ്, ആ കുട്ടീനെ പഠിപ്പിക്കാൻ പ്രാപ്തരായ അധ്യാപകർ ഈ സ്കൂളിലില്ല, അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിലിരുത്തി ആ കുട്ടിയെ പഠിപ്പിച്ചാൽ മതി എന്നാണ് അമ്മ വായിച്ചത്. ആ അമ്മ തോമസ് ആൽവ എഡിസനെ ചേർത്ത് നിർത്തി. അമ്മ ആ തോമസ് ആൽവ എഡിസന് നല്ല വിദ്യാഭ്യാസം നൽകി, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനായി തോമസ് ആൽവ എഡിസൺ മാറുകയാണ്. എങ്ങനെ? ആര് ചേർത്ത് പിടിച്ചു? പറയ്, ആര് ചേർത്ത് പിടിച്ചു? പറയ്. സ്വന്തം അമ്മ തോമസ് ആൽവ എഡിസനെ ചേർത്ത് പിടിച്ചപ്പോ ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായി ശാസ്ത്രജ്ഞനായി തോമസ് ആൽവ എഡിസൺ മാറുമ്പോ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെ പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കാറില്ല. അവർ നമ്മളോട് ചേർന്ന് നിൽക്കാൻ വരുമ്പോ ആ മക്കളെ നമ്മൾ അകറ്റി നിർത്തുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ അകറ്റി നിർത്താൻ പാടില്ല. അതല്ല അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് വ്യഭിചരിക്കണം നബിയേ, എനിക്ക് വ്യഭിചരിക്കണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ ആട്ടിപ്പായിച്ചില്ല, കുറ്റം പറഞ്ഞില്ല, മോശക്കാരനാക്കിയില്ല. തന്ത്രപരമായിട്ട് ഹിക്മത്തിലൂടെ ആ മനുഷ്യന്റെ മനസ്സിനെ മാറ്റിയെടുത്തു. ആ മാതൃകയാണ് നമ്മളും നമ്മുടെ മക്കളിൽ പയറ്റേണ്ടത്. എങ്ങനെ? ഒരു മണിക്കൂറിൽ ഇരിക്കുന്നതിൽ പഠിക്കാനുണ്ടോ ഇല്ലയോ? ഒന്ന് പറയും, ഉണ്ടോ ഇല്ലയോ? പറയണം. നിങ്ങൾ വിചാരിച്ച് മറ്റേ നൗഷാദ് ബാക്ക ഉസ്താദ് വരുമ്പോ പാട്ടൊക്കെ പാടി കോമഡിയൊക്കെ പറഞ്ഞ് തുള്ളി രസിച്ച് അങ്ങനെ പോകാമെന്ന് ചിന്തിക്കണം, ഗൗരവത്തിലെടുക്കണം. കാലം വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണം മാതാപിതാക്കളെ നമ്മളാണെന്ന് പറയുമ്പോ ഒരു മകനെ ചേർത്ത് പിടിച്ചപ്പോ ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനായി തോമസ് ആൽവ എഡിസൺ മാറിയെങ്കിൽ നമ്മുടെ മക്കളും ലോകം കണ്ട പ്രതിഭാശാലികളായ പണ്ഡിതന്മാരായിട്ട് മാറും, ഹാഫിളീങ്ങളായിട്ട് മാറും, ആലിമീങ്ങളായിട്ട് മാറും, പ്രഭാഷകരായിട്ട് മാറും, ശാസ്ത്രജ്ഞനായിട്ട് മാറും, ഡോക്ടറായിട്ട് മാറും, എഞ്ചിനീയറായിട്ട് മാറും, വലിയ ഉദ്യോഗാർത്ഥികളായിട്ട് മാറും. സംശയം വേണ്ട. പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് വ്യഭിചരിക്കണം. പ്രവാചകൻ ആ മനുഷ്യനെ മാറ്റുന്ന രൂപം നിങ്ങൾ പഠിക്കണേ, നിങ്ങൾ ചിന്തിക്കണേ. ആ സഹാബിയെ മാറ്റുന്ന രൂപം. നിനക്ക് നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ? അവരെങ്ങാണം വേറൊരു മനുഷ്യൻ വന്നിട്ട് വ്യഭിചരിച്ചാൽ അല്ലെങ്കിൽ കയറി പിടിച്ചാൽ നീ ഇഷ്ടപ്പെടുമോ? ഈ മനുഷ്യന്റെ മുഖമാകെ ചുവന്നു തുടുത്തു, വിവരണാതീതമായി. എനിക്കത് താങ്ങാൻ കഴിയൂല. എന്റെ ഉമ്മയെ വേറൊരുത്തൻ കയറി പിടിക്കുകയോ എന്റെ സഹോദരിയെ വേറൊരുത്തൻ കയറി വ്യഭിചരിക്കുകയോ അതെനിക്ക് താങ്ങാൻ കഴിയൂല, അതെനിക്ക് സഹിക്കാൻ കഴിയൂല, കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആക്രോശത്തോടു കൂടി വരുമ്പോ പ്രവാചകൻ ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, ഈ ആവശ്യം പറഞ്ഞിട്ടല്ലേ നീ എന്റെ അടുക്കൽ വന്നത്? നിന്റെ ഉമ്മയെ വേറൊരാൾ കയറി പിടിക്കുമ്പോൾ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മറ്റൊരാളുടെ പെണ്ണിനെ കയറി പിടിക്കാൻ അല്ലെങ്കിൽ ഉമ്മയെ കയറി പിടിക്കാൻ, അവരെ വ്യഭിചരിക്കാൻ നിനക്കും എങ്ങനെയാണ് കഴിയുക? ആ മനുഷ്യൻ വല്ലാതെ തണുത്ത് പൂച്ചയെ പോലെയായി, തണുത്തു മരവിച്ച മനസ്സുമായി തൗബ ചെയ്ത് ലോകം കണ്ട പ്രതിഭാശാലിയായ സ്വഹാബി വര്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടു. ആ ഒരു മാതൃകയായിരിക്കണം നാമും നമ്മുടെ മക്കളിൽ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ചെയ്യൂലേ? ഉറക്കൊരു ഇൻഷാ അല്ലാ പറഞ്ഞേ, ഉറക്കൊരു ഇൻഷാ അല്ലാ പറ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു മാതൃകയായിരിക്കണം നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളിലൂടെയും നമ്മൾ സ്വീകരിക്കേണ്ടത്.
അള്ളാഹു നമുക്ക് ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് തുറന്നു സംസാരിക്കാൻ കഴിയുന്നവരാകണം മാതാപിതാക്കൾ. യുവത്വത്തിന്റെ പല ഘട്ടങ്ങളിലും ഹോർമോണുകൾ ചേഞ്ചായി ഈ മക്കളിൽ പല പ്രതിഭാസങ്ങളും ഉണ്ടാക്കാം. പല സ്വഭാവ രൂപാന്തരങ്ങൾ പെടുന്ന സമയങ്ങളാകാം. ആ സമയങ്ങളിൽ നമുക്ക് ആ മക്കളോടൊപ്പം നിൽക്കാൻ കഴിയണം. അങ്ങനെ നിൽക്കാൻ കഴിയുമ്പോ ഒരിക്കലും നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോകൂല, ഒരിക്കലും നമ്മുടെ മക്കള് ലഹരിക്ക് അടിമയാകൂല, ഒരിക്കലും ആ മക്കള് മോശത്തരങ്ങളിലേക്ക് ആഭാസത്തരങ്ങളിലേക്ക് പോകൂല. അതുകൊണ്ട് ചിന്തിക്കണേ ഉമ്മാ, പഠിക്കണേ ഉമ്മാ. നാം നമ്മുടെ മക്കൾക്ക് നല്ല റോൾ മോഡലുകളാകണം. അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാന്റെ റസൂല് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ മക്കള് നന്നാകാൻ, നിങ്ങളുടെ ഭാര്യമാര് സ്വാലിഹീങ്ങളാകാൻ നിങ്ങളൊരു ദുആ നിങ്ങൾ പതിവാക്കണേ. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ പടച്ചവനെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, കണ്ണിന് കുളിർമയുള്ളവരാക്കണേ അല്ലാ എന്ന പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുമ്പോ ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണം. മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അല്ല എങ്കിലുണ്ടല്ലോ, ചിന്തിക്കണേ ഉമ്മാ, ലക്ഷക്കണക്കിന് ഒരു രൂപ നഷ്ടപ്പെട്ടു പോയാൽ ഒരു പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയും. വീടില്ലെങ്കിൽ സഹിക്കാൻ കഴിയും, കാറില്ലെങ്കിൽ സഹിക്കാൻ കഴിയും, ജോലി നഷ്ടപ്പെട്ടു പോയാൽ സഹിക്കാൻ കഴിയും, അധികാരം നഷ്ടപ്പെട്ടു പോയാൽ സഹിക്കാൻ കഴിയും, സർവ്വ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സഹിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ഉദരത്തിൽ വളർന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മൾ താലോലിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കള് വഴിതെറ്റിപ്പോയാ, ആ മക്കള് പാഴായി പോയാ ഇവിടെ ഇരിക്കുന്ന ഏത് വാപ്പയ്ക്കാണ് സഹിക്കാൻ കഴിയുക? ഏത് സഹിക്കാൻ കഴിയാ? താങ്ങാൻ കഴിയൂലല്ലോ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, മക്കളെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. മറ്റൊരു വശത്ത് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്, ആ മക്കൾ നിങ്ങളുടെ പരീക്ഷണങ്ങളാണ്. ആ മക്കൾ ഒരിക്കലും നമ്മുടെ പരീക്ഷണങ്ങളാകരുത്, ആ മക്കൾ നമ്മുടെ അദാബ് ആകരുത്, ആ മക്കളിലൂടെ ദുഃഖിക്കാൻ ഇടവരരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇന്നത്തെ വാളിന്റെ സദസ്സിൽ ഇവിടെ ഇരിക്കുന്ന സ്നേഹനിധികളായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ഉപ്പമാരോട്, സ്നേഹനിധികളായ ചെറുപ്പക്കാരോട്, ഈ നാട്ടിലുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ മക്കള് കാരണം നമ്മൾ വേദനിക്കാൻ ഇടവരരുത്. അതിനാദ്യം നമ്മൾ ചെയ്യാനുള്ളത് ആ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അങ്ങനെ ചേർത്ത് പിടിച്ചാ ആ മക്കളുടെ കൽബിലൊരു തോന്നലുണ്ടാക്കിയെടുത്താൽ, എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും ഏത് ആവശ്യഘട്ടങ്ങളിലും, ഏത് സന്താപത്തിലും സന്തോഷങ്ങളിലും, ഏത് കാര്യങ്ങൾക്കും എന്നോടൊപ്പമുണ്ട് എന്ന ഒരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് സന്തോഷിക്കാ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കാറില്ലെങ്കിൽ സഹിക്കാ, വീടില്ലെങ്കിൽ സഹിക്കാ, ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു പോയാ സഹിക്കാ. ഈ മക്കൾ നഷ്ടപ്പെട്ടു പോയാ സഹിക്കാൻ കഴിയോ? താങ്ങാൻ കഴിയോ? നിങ്ങൾ കരുതുന്നുണ്ടാകും, ഉസ്താദേ ഞാൻ മരിച്ചു പോയാലും പലരും പറയുന്നതാണല്ലോ, ഉസ്താദേ ഒന്നും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ, ഒന്നും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. എന്തേ ഉമ്മ അങ്ങനെ പറയാൻ കാരണം? ഉസ്താദേ എൻ്റെ മോനെ കൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എൻ്റെ മകളെ കൊണ്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഉസ്താദേ ഈ മക്കൾ ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് മരിച്ചു കിട്ടിയാലും മതി, മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പമാരെ ചിന്തിക്കണേ. അങ്ങനെ പോലും സങ്കടം പറയുന്ന ഉമ്മമാര് ചിന്തിക്കണേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഈ മക്കളുടെ ആഭാസത്തരങ്ങൾ കാണാൻ കഴിയുക, തെമ്മാടിത്തരങ്ങൾ കാണാൻ കഴിയുക, നാണക്കേടിലാകാൻ കഴിയുക.
മരിച്ചാ ഇതൊന്നും എനിക്ക് കാണാനും കേൾക്കാനും എനിക്ക് കാണാനും കേൾക്കാനും കഴിയില്ലല്ലോ. മരിച്ചാലേ, ഞാൻ മരിച്ചു പോയാ പടച്ചവൻ എനിക്കിതൊന്നും കാണണ്ടല്ലോ, ഇതൊന്നും കേൾക്കണ്ടല്ലോ. പിന്നെ എനിക്ക് ആഖിറല്ലേ ഉള്ളൂ, ഖബറല്ലേ, മഹ്ശറയല്ലേ, അവിടെ എനിക്ക് സന്തോഷിക്കാലോ. ഇത് അങ്ങനെ ചിന്തിക്കുന്ന ഉമ്മമാരുണ്ടാകാ അല്ലേ? പല ഉമ്മമാരും പറയാറില്ലേ, ആവലാദികൾ പറയാറുണ്ട്, പടച്ചവനെ ഈ കാലമാടൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഒന്നുകിൽ അവനെ മരിപ്പിക്കണേ അല്ലാ. ഒരിക്കലും നമ്മുടെ മക്കൾക്കെതിരെ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. നമ്മൾ മരിക്കാനും ആഗ്രഹിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, പലരും അറിവില്ലായ്മ കൊണ്ട് അങ്ങനത്തെ വാക്യങ്ങൾ പറയാറുണ്ട്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ കരുതുന്നുണ്ടാകൂ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ മരിച്ചു പോയാ പിന്നെ ഈ മക്കളുടെ മോശത്തരങ്ങൾ കാണണ്ടല്ലോ, ഇവരുടെ മോശത്തരങ്ങൾ കേൾക്കണ്ടല്ലോ, നാലാളുകളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ചിന്തിച്ചോ, 6 അടി മണ്ണാകുന്ന കബറിൽ കിടന്നാൽ ഈ മക്കള് നിങ്ങളെ വെറുതെ വിടൂല. ആ കബറിൽ കിടന്നിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല, സമാധാനത്തോടുകൂടി കടക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നാളെ നമ്മൾ കബറിൽ കിടക്കുമ്പോ തട്ടത്തുമല ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ നമ്മളെ കൊണ്ട് അടക്കപ്പെടുമ്പോ, അല്ലെങ്കിൽ കണ്ണങ്കോട് മുസ്ലിം ജമാഅത്തിന്റെ പള്ളിക്കാട്ടിലേക്ക് നമ്മളെ കൊണ്ട് അടക്കപ്പെടുമ്പോ നിങ്ങൾ കരുതുന്നുണ്ടാകും, ഈ മക്കള് ഇനി എനിക്കൊന്നും കാണണ്ട കേൾക്കണ്ട എന്ന്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, നിങ്ങൾ കബറിൽ കിടന്നാലും ഈ മക്കള് ചെയ്യുന്ന സർവമാന കാര്യങ്ങളും ആ കബറിൽ നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരും. സ്വഹാബാ, നിങ്ങൾ കബറിൽ കിടക്കുമ്പോ വാഴോടിന്റെ പരിസരത്തുള്ള നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന സർവമാന കാര്യങ്ങളും കബറിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് അവിടെ സ്വസ്ഥതയോടുകൂടി കിടക്കാൻ കഴിയോ? സമാധാനത്തോടുകൂടി കിടക്കാൻ കഴിയോ? നിങ്ങൾ അവിടെ വെച്ചിട്ടും പറയില്ലേ, പഹയൻ എനിക്ക് ഞാൻ ജീവിച്ചിരുന്നപ്പോഴും എനിക്ക് സ്വസ്ഥത തന്നില്ല, എനിക്ക് സമാധാനം തന്നില്ല, കബറിലും എന്നെ സ്വസ്ഥതയാക്കി കിടക്കാൻ സമ്മതിക്കൂലല്ലോ, കബറിൽ കിടന്നാലും എനിക്ക് ഈ പഹയൻ സന്തോഷം തരുന്നില്ലല്ലോ. നമ്മൾ പടച്ച തമ്പുരാനോട് കബറിൽ കിടന്നിട്ട് ദുആ ചെയ്യുകയാണ്, പടച്ചവനേ, എന്റെ മക്കളെ നീ ഹിദായത്തിലാക്കണേ അല്ലാ, സന്മാർഗത്തിലാക്കണേ അല്ലാ, ആ മക്കളുടെ നല്ല കാലം നീ അവർ കാണിച്ചു തരണേ അല്ലാ എന്ന് കബറിൽ കിടന്നിട്ട് നമ്മൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ സമാധാനം തരില്ല, കബറിൽ കിടന്നാലും സമാധാനം തരില്ല. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാകും, കബർ കഴിഞ്ഞിട്ട് ഉസ്താദേ മഹ്ശറയുണ്ടല്ലോ, അവിടെ എനിക്ക് രക്ഷപ്പെടാമല്ലോ. രക്ഷപ്പെടാൻ കഴിയൂല ഉമ്മ, രക്ഷപ്പെടാൻ കഴിയൂല ഉപ്പ. ആ മഹ്ശറയിലുണ്ടല്ലോ ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന മഹ്ശറ. ആ മഹ്ശറയുടെ താഴെ ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ നമ്മൾ നിസ്കരിച്ച ആളായിരിക്കാ, ഹജ്ജ് ചെയ്ത ആളായിരിക്കാ, പള്ളിയിലെ പ്രസിഡന്റ് ആയിരിക്കാ, ഹാജിയാരായിരിക്കാ, സ്വതക്ക ചെയ്ത ആളായിരിക്കാ, നമ്മൾ അങ്ങനെ സ്വർഗത്തിൽ പോകാൻ നിൽക്കുമ്പോ നമ്മുടെ മക്കള് കാണുകയാണ്. പടച്ച തമ്പുരാനോട് ഈ മക്കള് വിളിച്ചു പറയും, യാ അല്ലാ, യാ അല്ലാ, എന്റെ മാതാപിതാക്കളാണ് ഞാൻ വഴിപിഴയ്ക്കാൻ കാരണം, ഞാൻ നരകത്തിൽ പോകാൻ കാരണം, ഞാൻ ഇങ്ങനെ അവസ്ഥയിലാകാൻ കാരണം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. ഈ മദ്രസ എന്ന് പറയുന്നത് കേവലം ഒരു ബസ് സ്റ്റോപ്പാക്കി കണ്ടു. ബസ് വരുന്നത് വരെ, പ്രൈവറ്റ് സ്കൂളിന്റെ ബസ് വരുന്നത് വരെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് ആക്കി മാത്രമാണ് നമ്മുടെ ഉമ്മമാര് കണ്ടത്. ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല, നിസ്കരിക്കാൻ പള്ളിയിൽ വിട്ടിട്ടില്ല, എന്നെ അദബ് പഠിപ്പിച്ചിട്ടില്ല, എനിക്കൊരു കാര്യവും പഠിപ്പിച്ചു തന്നിട്ടില്ല. പടച്ചവനെ, എന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കളെ ശിക്ഷിക്കണേ, അവരെ ഒന്നും മലർത്തി കിടത്ത് അല്ലാ, അവരുടെ നെഞ്ചിൽ ചവിട്ട് നിന്നിട്ട് ഞാനൊന്ന് ആശ്വസിക്കട്ടെ, ഞാനൊന്ന് സമാധാനിക്കട്ടെ, ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്ന് ഈ മക്കള് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ, ഈ മക്കളിലൂടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ, ഈ
മക്കള് നാളെ കൈപിടിച്ച് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വഅള് ഞാൻ എങ്ങനെയാ തുടങ്ങിയത്? ഇനിയാണ് നിങ്ങൾ ചിന്തിക്കാനുള്ളത്. വഅള് ഞാൻ എവിടെ നിന്നാ തുടങ്ങിയത്? രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനമാഘോഷം കഴിഞ്ഞു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, നാട് നേരിടുന്ന, കേരളം നേരിടുന്ന, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തീവ്രവാദമല്ല, വർഗീയതയല്ല, വിദ്വേഷങ്ങളല്ല. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലഹരിയും ലഹരിയുടെ ഉപയോഗവും അതിന്റെ വ്യാപനവുമാണെങ്കിൽ ആ വ്യാപനത്തെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കണം ഉപ്പാ. അങ്ങനെ സാധിക്കണമെങ്കിൽ നാം നല്ലൊരു വാപ്പയാകണം, നല്ല ഒരു ഉമ്മയാകണം. നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുന്നതിലൂടെ ആ മക്കൾ നമ്മുടെ വരുതിയിൽ വരും, ആ മക്കൾ നന്നാകും. അങ്ങനെ ആ മക്കളെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മളെല്ലാവരെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ എങ്ങോട്ട് പോയി? ഭരണഘടനയിൽ നിന്ന്, രാജ്യത്തിന്റെ 76ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നിന്ന് എവിടെ പോയി? ഇപ്പൊ മഹിഷറയിൽ നിൽക്കുകയാണ്. ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന മഹിഷറയിൽ. രക്ഷപ്പെടണ്ടേ? ഒന്ന് കൈപൊക്കി രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ അല്ലാഹ്. അപ്പൊ ഞാൻ പറയട്ടെ, ഇന്നത്തെ വാളിന്റെ സദസ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടായി. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൈപൊക്കി. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, മക്കളെ നമ്മൾ ചേർത്ത് നിർത്തണം, സന്തോഷിപ്പിക്കണം, സമാധാനിപ്പിക്കണം, ആശ്വസിപ്പിക്കണം. അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം, സന്തോഷിപ്പിക്കണം. എല്ലാ കാര്യങ്ങളിലും നാം അവരെ കൂടെ നിൽക്കണം. ഒരിക്കലും ആ മക്കള് വഴിതെറ്റിപ്പോകൂല, പാഴായി പോകൂല, ദീനുള്ള മക്കളായി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ 25 മിനിറ്റായ വാർത്തയാണ് ഷാനാസാക്ക പറയുന്നത്. മലപ്പുറത്ത് പോയാ മലക്കാണ് നിങ്ങൾ വാങ്ങി. മാതാവും മകളും ബൈക്കിൽ യാത്ര ചെയ്യവേ വെട്ടിപ്പരിക്കേൽപ്പിച്ചു മലപ്പുറത്ത്. എങ്ങനെ ഇരിക്കണ്? നാളെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു വാർത്ത കേൾക്കാതിരിക്കട്ടെ. ഉറക്കാമീൻ പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്നത്തെ വാളിന്റെ സദസ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഒന്ന് കൈപൊക്കിക്ക്. അങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയവർ അൽഹംദുലില്ലാ, അതിലും എനിക്ക് സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. ചിന്തിക്കൂലേ? ദീനുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തൂലേ? ഒന്ന് പറയിൻ. അള്ളാഹു കബൂലാക്കട്ടെ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സംഘാടകർ ഇത് ആത്മാർത്ഥമായി സംഘടിപ്പിക്കുമ്പോ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവൂല ഉസ്താദ് ഇന്നത്തെ വിഷയത്തിൽ ഇതാണ് പറയുന്നതെന്ന്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? നിങ്ങൾ കരുതിയിട്ടുണ്ടാകും റമളാനിന്റെ പോരിശയെ കുറിച്ച് പറയാനായിരിക്കും ഉസ്താദ് വന്നത്. റമളാനൊക്കെ വരെയല്ലേ, അപ്പൊ റമളാന്റെ മുന്നൊരുക്കത്തെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഉസ്താദ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിനേക്കാൾ ഗൗരവമുള്ള, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട വിഷയങ്ങളാണ്. റമളാൻ വന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നന്നാകുമെന്ന് എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾ നല്ല ആളുകളാണ്. അപ്പൊ റമളാൻ വന്നാൽ ഇതിനേക്കാൾ നന്നാകും. അത്തരത്തിലൊരു മോശമായൊരു വാർത്തകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും അൽഹംദുലില്ലാ തട്ടത്തുമലയിലോ വാഴോടോ നിലമേലോ ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങായിട്ട് ചെറിയ ആക്സിഡന്റ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. അല്ലാതെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട വാർത്തകളോ കൊലപാതകങ്ങളോ അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ ഇതുവരെയും കേട്ടിട്ടില്ല. അള്ളാഹു ഖിയാമത്ത് നാളോളം നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടുകാരെയും സർവ്വജാതി മതസ്ഥരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലാക്കട്ടെ. അള്ളാഹു ആ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ സംഘടിപ്പിക്കുമ്പോ സൗണ്ട്സിന് പൈസ ചെലവുണ്ട്, ഈ പന്തലിന് സൗണ്ട്സ് പൈസ ചെലവുണ്ട്, ഈ ലൈറ്റുകൾക്ക് പൈസ ചെലവുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കൾ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു നല്ല തുക, ഞാൻ പിരിക്കണമെന്നില്ല, പിരിക്കാനൊക്കെ പ്രഗത്ഭനായ നൗഷാദ് ബാക്കവി ഉസ്താദ്, നവാസ് മന്നാനി ഉസ്താദൊക്കെ വരും. ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കരുതുക, നല്ലൊരു നിയ്യത്തിൽ എൻ്റെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ ഇൻഷാ അല്ലാഹ് ഒരു സ്വർണ്ണമോതിരം. പള്ളിക്ക് സ്ഥലപരിമിതികളുണ്ട്, ഒരു സ്വതന്ത്രമായി നടന്നു പോകുന്ന ഒരു പള്ളിയാണ് അല്ലേ. ഞാൻ മറ്റൊരു ബന്ധവും കൂടി പറയാം. ബഹുമാനപ്പെട്ട ശൈഖുന ഖാദിമുൽ ഐത്താം അൽഹാജ് PM ഹംസ ഉസ്താദ് അവറുകളാണ്
വാഴോട് പള്ളിക്ക് തറക്കല്ലിടുന്നത്. അന്ന് ഞാൻ കുഞ്ഞാണ്, 7 വയസ്സിലാണ് ഞാൻ തട്ടത്തുമലയിൽ വരുന്നത്. ആലോചിക്കണേ, 7 വയസ്സിലാണ് ഞാൻ തട്ടത്തുമലയിൽ പഠിക്കാൻ വരുന്നത്, യത്തീംഖാനയിൽ. പല ആളുകൾക്കും എന്നെ അറിയാം, പല ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇമാമുദ്ദീൻ സാഹിബിനൊക്കെ അറിയാം. അന്ന് ഇമാമുദ്ദീൻ കാക്കാക്കൊക്കെ എന്ത് ആവേശമായിരുന്നെന്നറിയോ? ആരടാ ഈ കൂട്ടത്തിൽ ഒരു ഇമാം എന്ന് ചോദിച്ചപ്പോ 1 ലക്ഷം രൂപ കൊടുത്തവരുണ്ട്. 15,000 25,000 അന്ന് ലേലത്തിലും സംഭാവന സ്വതക്കം ചോദിച്ചപ്പോ ഇമാമുദ്ദീനെ പോലെ ഇനി ഒരു ഇമാം ആര് എന്ന് ചോദിച്ച ചോദ്യം ഇപ്പോഴും എന്റെ കാതിലുണ്ട്. ഏതോ ഒരു ഉസ്താദ് അന്ന് വന്നിട്ട് ചോദിച്ചു, ആ ഇമാമിനെ പോലെ ഒരു ഇമാം ആര്? കാരണം സ്വതക്ക കൊടുക്കാൻ ആ മനുഷ്യൻ മുമ്പന്തിയിലായിരുന്നു, ചെറുപ്പക്കാരൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. നല്ലൊരു സ്വതക്ക ആ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ചു കൊടുക്കും, നല്ലൊരു നിയ്യത്തിൽ. നാളെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു നിയ്യത്തിൽ നല്ലൊരു സ്വതക്കയുമായിട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പള്ളിയാണ്. ബഹുമാനപ്പെട്ട ഹാഷിം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഗുരുതുല്യനാണ്. തട്ടത്തുമല സ്ഥാപനം തുടങ്ങി 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തട്ടത്തുമലയിൽ വരുന്നത്. അന്ന് മുതൽ കാണാൻ തുടങ്ങിയ ഒരു ഉസ്താദാണ്. ഉസ്താദിന്റെ പല പരിപാടികളിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പല പരിപാടികളിലും ഉസ്താദിന് ഓർമ്മയുണ്ടോ? പല പരിപാടികളിലും ഉസ്താദ് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അൽഹംദുലില്ലാ, ഉസ്താദിനോടൊപ്പം അന്നു മുതലുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. നല്ലൊരു നിസ്വാർത്ഥനായ ഒരു ഉസ്താദാണ്, ഗുരുതുല്യനായ പിതൃതുല്യനായ ഒരു ഉസ്താദാണ്. സന്താപത്തിലും സന്തോഷത്തിലും ഏത് കാര്യങ്ങളിലും ഉസ്താദ് നമ്മളോടൊപ്പം ഉണ്ടാകാറുണ്ട്. അള്ളാഹു താല കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നും ഉസ്താദ് തട്ടത്തുമലയിലാണ് ഉസ്താദ് സേവനം തുടങ്ങിയതിൽ ഇന്ന് അൽഹംദുലില്ലാ നിങ്ങൾക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. ഇൻഷാ അല്ലാഹ് ഏത് ആവശ്യങ്ങൾക്കും ഉസ്താദുണ്ട്. വലിയ വലിയ കഴിവുള്ള ഉസ്താദാണ്. ഏത് കാര്യങ്ങൾക്കും ഉസ്താദിന്റെ അടുക്കൽ ചെന്നാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റൂല. അള്ളാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് ആലിമീങ്ങളെ മറക്കരുത്, പള്ളിയെ മറക്കരുത്, ഇൻഷാ അല്ലാഹ് സ്ഥാപനങ്ങളെ മറക്കരുത്, യതീംഖാനകളെ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമളാനാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സയ്യിദുശ് ശുഹൂർ ശഹ്റു റമളാൻ. കെട്ടിടങ്ങളിൽ പരിശുദ്ധ കഅബാലയത്തിന് പവിത്രതയുള്ളതുപോലെ, മനുഷ്യരിൽ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് പവിത്രതയുള്ളതുപോലെ, കല്ലുകളിൽ ഹജറുൽ അസ്വദിന് പവിത്രതയുള്ളതുപോലെ, വെള്ളത്തിൽ ജലത്തിൽ സംസം വെള്ളത്തിന് പവിത്രതയുള്ളതുപോലെ, പ്രിയപ്പെട്ടവരെ, ആഴ്ചകളിൽ യൗമുൽ ജുമുഅ ദിവസത്തിന് പവിത്രതയുള്ളതുപോലെ, മാസങ്ങളുടെ നേതാവ് സയ്യിദുശ് ശുഹൂർ ശഹ്റു റമളാൻ. നമ്മുടെ നാട്ടിലേക്കൊരു VIP വന്നാൽ, പ്രധാനമന്ത്രി വന്നാൽ, മന്ത്രി വന്നാൽ, അതുപോലെ തന്നെ മറ്റ് സെലിബ്രിറ്റികൾ വന്നാൽ, ഏത് വിധേയനെയാണ് ആ അതിഥിയെ നമ്മൾ സ്വീകരിക്കുക? ഏത് രീതിയിലാണ് സൽക്കരിക്കുക? ആ അതിഥികളെക്കാ വലിയൊരു അതിഥിയാണ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. ഒരു അനിഷ്ടവും ഉണ്ടാകാൻ പാടില്ല, ഒരു വെറുപ്പും ഉണ്ടാകാൻ പാടില്ല. ആ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഒരു വിദ്വേഷമോ കലർപ്പോ ഉണ്ടാകാൻ പാടില്ല. ആ റമളാൻ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം, തൗബ ചെയ്യണം. നല്ല നെയ്യത്തോടുകൂടി, സന്തുഷ്ട ഹൃദയത്തോടുകൂടി ആ റമളാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ. ഇൻഷാ അല്ലാ ഒരുപാട് ഉമ്മമാര് ദുആ വസിയത്തുകൾ നൽകിയിട്ടുണ്ട്. ആ ദുആ വസിയത്തുകൾ വായിച്ചിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. എനിക്കറിയാം, എനിക്കുറപ്പുണ്ട്, നിങ്ങൾ കമ്പയർ ചെയ്യാമെന്നവരല്ല, ഉസ്താദിന്റെ ശൈലി പരിശോധിക്കാമെന്നതല്ല, ഉസ്താദിന്റെ രാഗവും താളവും പരിശോധിക്കാമെന്നതല്ല. ഉസ്താദ് എന്താണോ പറയുന്നത് അതെന്റെ ജീവിതത്തിൽ ഇൻഷാ അല്ലാ അത് ഉൾക്കൊള്ളണം, അത് പഠിക്കണം. അത് ഏത് വിഷയമാണെങ്കിലും ശരി, ആ ഒരു നിയ്യത്തിൽ വന്നിരുന്നവരാണ്. അല്ലാഹു നിങ്ങളെ പാഴാക്കാതിരിക്കട്ടെ, അല്ലാഹു നിങ്ങളെ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സബലീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ നിയ്യത്തുകളെ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഷാനാവുസ്ക ദുആ വസിയത്തുകൾ വായിക്കും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഇന്നത്തെ സദസ്സ് താൽക്കാലികമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയമുള്ള, നമ്മൾ നീണ്ട ഒരു 12 വർഷങ്ങൾക്ക് ശേഷമാണ് വാഴോട് മസ്ജിദിൻ്റെ കീഴിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ യുവാക്കളാരും പ്രഭാഷകൻ
അദ്ദേഹത്തിനൊരു ദിവസം നമുക്ക് കൊടുക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാഹ് സാധിച്ചു. ഉസ്താദ് ആ ഡേറ്റ് നമുക്ക് കിട്ടി. നല്ലൊരു രീതിയിൽ ഉസ്താദ് വാള് പറഞ്ഞു. ഉസ്താദിനും നല്ല രീതിയിൽ വാള് പറയാനും ഇനി ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യല്ലേ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയിട്ടാണ് വാള് പറഞ്ഞത്. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് തട്ടത്തുമലയിൽ നിന്ന് ഞാൻ പഠിക്കാൻ വരുന്നത്. അങ്ങനെ തട്ടത്തുമലയിൽ അൽഹംദുലില്ലാഹ് അവിടെ പഠിക്കാൻ വന്നു. അവിടെ മുതൽ 10ാം ക്ലാസ് കഴിഞ്ഞു. തട്ടത്തുമല സ്കൂളിലാണ് പഠിച്ചത് 10ാം ക്ലാസ് വരെയും. അൽഹംദുലില്ലാഹ് ഒരുപാട് സുഹൃത്തുക്കൾ ഈ നാട്ടിൽ നിന്നൊക്കെ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ള ഒരു നാട്ടിൽ വന്ന് അൽഹംദുലില്ലാഹ് നിങ്ങളുടെ സഹായം കൊണ്ട്, നിങ്ങളുടെ സഹകരണം കൊണ്ട്, നിങ്ങളുടെ സ്വതക്കകൾ കൊണ്ട് ഒരു മകൻ വളർന്നു വലുതാവുകയും ഇന്ന് ഞങ്ങൾക്ക് വാള് പറഞ്ഞു തരികയും ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. എൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ ഉസ്താദുമാർക്കും അതുപോലെ എൻ്റെ ഭാര്യ മക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതുപോലെ സഹോദരങ്ങൾ, നമ്മുടെ സ്ഥാപനം, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലേക്കും ഈ വാളിൻ്റെ സദസ്സ് എത്തിച്ചു കൊടുക്കുന്ന MSIP എന്ന് പറയുന്ന റിയാസ് സഹോദരൻ എവിടെ വിളിച്ചാലും ഓടി വരും. പൈസ എന്നൊരു പ്രശ്നമല്ല. പൈസ നിങ്ങൾ പിന്നീട് രണ്ടാമത്തെ വശം. ഇൻഷാ അല്ലാഹ് ഈ വാള് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അവരും കൂടെ കാണട്ടെ, പഠിക്കട്ടെ, ചിന്തിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. ഇന്ന് പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ MSIPയുടെ ലൈവ് നടക്കുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് പോലും അതൊക്കെ മാറ്റിവെച്ച് അൽഹംദുലില്ലാഹ് അദ്ദേഹം തന്നെ നേരിട്ട് ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. ഇതിന്റെ പേരിൽ എൻ്റെ നിന്ന് കുറച്ച് പൈസ വാങ്ങാവും. അള്ളാഹു കബൂലാക്കട്ടെ. ഇതൊരു പരസ്യം കൂടെയാണ്. ഇനിയും MSIPനെ വിളിക്കണം എന്താനും. എന്നാലും അൽഹംദുലില്ലാഹ് ആ സദസ്സുകളിൽ എന്നെ വിളിച്ചിരുത്തിയിട്ട് താജു സ്വലാത്ത് എന്ന് പറയുന്ന അള്ളാഹിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലിത്തന്ന് തുടങ്ങി മൈക്കിന്റെ മുമ്പിൽ ഇരുത്തിയത് എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദാണ്. അപ്പോൾ ആ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട പാലുവള്ളി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഒരു സൂഫിയായ ഒരു സൂക്ഷ്മത പുലർത്തുന്ന ഒരു ഉസ്താദുണ്ട് പ്രിൻസിപ്പളായി നമ്മുടെ സ്ഥാപനത്തിൽ, ഷെയ്ഖ് മുഹമ്മദ് മൗലവി അവറുകൾ, ഉസ്താദ് അവറുകൾ പ്രിൻസിപ്പളാണ് നമ്മുടെ. ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. എന്നെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദ് ദക്ഷിണയുടെ ദീർഘകാല പ്രസിഡന്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അലിഫ് മുതൽ എനിക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന പല ഉസ്താദുമാരുമുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഒരുപാട് പേര് ഈ വാളിന്റെ സദസ്സിൽ വരുന്നെന്നറിഞ്ഞപ്പോൾ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട്. ആരെയും മറക്കുന്നില്ല, എല്ലാവരെയും നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ ഉപ്പമാരും ഇങ്ങനെ അടുത്തോട്ട് വന്നിരുന്നാൽ, നിൽക്കണ്ട, ഇരുന്നാൽ മതി. ആ പിറകിലിരിക്കുന്ന അവരൊക്കെ ഈ അടുത്തോട്ട് വന്നിരിക്കും. ഇനി വരി, ഇച്ചിരി അടുത്തോട്ട് വന്നിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇത് സ്വർഗ പൂന്തോപ്പാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്ത മാസമാണ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. എന്നേക്കാൾ ആബിദീങ്ങളായ ആളുകളുണ്ട്, ആലിമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി വർഷങ്ങൾ കൊണ്ട് സുജൂദ് ചെയ്യുന്ന ഉമ്മമാരൊക്കെ ഇരിക്കുന്ന സദസ്സാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് അള്ളാഹു വിജയിപ്പിക്കും. ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകും, തീർച്ചയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഉറക്ക ആമീൻ പറയണേ ഉമ്മമാരെ, ഉറക്ക ആമീൻ പറയണേ ഉപ്പമാരെ, സഹോദരങ്ങളെ. ആരുടെ ആമീനാണ് പടച്ച തമ്പുരാൻ സ്വീകരിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഒരുപാട് കുഞ്ഞുമക്കളിരിക്കുന്ന സദസ്സാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ,
സാധുക്കളായ ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ അവിവേകം കൊണ്ട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്. ഞങ്ങളുടെ സഹോദരിമാർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇതര മതത്തിൽപ്പെട്ട ജാതിമതഭേദമന്യേ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഹിദായത്ത് നൽകണേ അല്ലാ. ഐക്യത്തിലാക്കണേ അല്ലാ. ഒത്തൊരുമയിലാക്കണേ അല്ലാ. അവിടെ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനേ, ഞങ്ങളുടെ വാളുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ നല്ലൊരു മാറ്റമുണ്ടാക്കി തീർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. വഴിപിഴച്ചവരാക്കല്ലേ അല്ലാ. പാപികളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. നരകത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ലഹരിക്ക് അടിമകളാക്കല്ലേ പടച്ചവനെ. പടച്ചവനെ, ഒരുപാട് കൊലപാതക വാർത്തകൾ പുറത്തു വരുമ്പോ ഞങ്ങളൊക്കെ പേടിക്കുകയാണ് റബ്ബേ. ഞങ്ങളൊക്കെ ഭയപ്പെടുകയാണ് റബ്ബേ. നാളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കഴുത്തിൽ കത്തിവെക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. നന്ദിയുള്ള മക്കളാക്കണേ അല്ലാ. ഗുരുത്വമുള്ള മക്കളാക്കണേ അല്ലാ. ദീനുള്ള മക്കളാക്കണേ അല്ലാ. ആ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ആ മക്കളെ കൊണ്ട് തലകുനിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. ആ മക്കളെ കൊണ്ട് പരാജയപ്പെടാൻ ഇടവരുത്തല്ലേ അല്ലാ. അല്ലാഹു, ആ മക്കളിലൂടെ അല്ലാഹു നരകം വിലക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പാപികളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. മരിക്കുവോളം നീ ഉറപ്പോടെ നോക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹു, കിടപ്പിലായി പോകുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തരല്ലേ അല്ലാ. ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, ശാരീരിക ആന്തരികമായ അസുഖങ്ങളുള്ളവരുണ്ട്. പടച്ചവനെ, പ്രഷർ ഉള്ളവരുണ്ട്, പ്രമേഹമുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്. അല്ലാഹു, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഈ മജ്‌ലിസിലിരിപ്പുണ്ട് റബ്ബേ. പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. നീ ശിഫ കൊടുക്കണേ അല്ലാ. രോഗം വെച്ചത് നീയാണ് റബ്ബേ, അത് എടുക്കാനും കഴിവുള്ളവൻ നീയാണ്. നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. കിടപ്പിലാകുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. മക്കളും ബന്ധുക്കളും വെറുക്കുന്ന അറക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. പടച്ചവനേ, ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. നാട്ടുകാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഇതിന്റെ സംഘാടകരെ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അവിടെ ചികിത്സകൾ ഫലപ്രദമാക്കണേ അല്ലാ. കണ്ണീര് കുടിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. ദുരിതത്തിലാക്കല്ലേ അല്ലാ. കടത്തിലാക്കല്ലേ അല്ലാ. വിഷമിപ്പിക്കല്ലേ അല്ലാ. എന്ത് ന്യൂനതകളുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനേ, വീടില്ലാത്തവരുണ്ട്, സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ വീടില്ലാത്തവരുണ്ട്. അല്ലാഹു, അവർക്ക് അതിനുള്ള വഴികൾ കൊടുക്കണേ അല്ലാ. സാമ്പത്തികം കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. കടക്കണികളാക്കല്ലേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനേ, ഈ നാട്ടിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്, സഹോദരങ്ങളുണ്ട്. പടച്ചവനെ, അവരുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലലില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത കുടുംബങ്ങളാക്കി കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ അർബാബുമാർക്ക്
കരുണയിട്ട് കൊടുക്കണേ അല്ലാ, സ്ഥിരമായ ജോലി കൊടുക്കണേ അല്ലാ. പടച്ചവനേ, ഈ നാട്ടിൽ നീ ഹിദായത്ത് നൽകണേ അല്ലാ, ഈ നാട്ടുകാരെ അനുഗ്രഹിക്കണേ അല്ലാ, സന്മാർഗത്തിലാക്കണേ അല്ലാ. പടച്ചവനേ, ഇതിനു വേണ്ടി ആരെല്ലാം കഷ്ടപ്പെടുന്നു, ഇതിനു വേണ്ടി ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ, ഒരു രൂപ കൊണ്ടെങ്കിലും സഹായിച്ചവരുണ്ടോ? നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ, നീ കൈവടിയല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളിൽ നിന്ന് ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വഴിതെറ്റി അല്ലാഹുവേ, വഴിതെറ്റി പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ, സാഹിര്യങ്ങളുടെ സിഹറുകളിൽ നിന്ന് കാക്കണേ അല്ലാ, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ലാഇനീങ്ങളുടെ ലഅനത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. കാലയിടങ്ങേറുകളിൽ നിന്ന്, ഫിത്ന ഫസാദുകളിൽ നിന്ന്, സർവ്വവല മുസീബത്തുകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാ. ഇതിന് സൗണ്ട്സ് നൽകിയവര് അല്ലാഹു, ഇതിന് ശബ്ദം നൽകിയവര് അല്ലാഹു, ഇത് ലോകമെമ്പാടും എത്തിച്ചു കൊടുക്കുന്ന MISIP അല്ലാഹു, അങ്ങനെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു, ഇതിന്റെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. കർമ്മോത്സകരായ പ്രവർത്തകര് നീ അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ആഖിറത്തിൽ വിജയിക്കാനുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. ഇത് ഖിയാമത്ത് നാളോട് നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ. അല്ലാഹു, അതിലൂടെ നാടിനെയും നാട്ടുകാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹാഷിം ഉസ്താദ് അല്ലാഹുവേ, അങ്ങനെ ഒരുപാട് ഉസ്താദുമാര് ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. ജവാദ് ഉസ്താദ്, നൗഫൽ ഉസ്താദ്, സമദ് ഉസ്താദ്, അമീർ ഉസ്താദ്, റിയാസ് എന്ന സഹോദരൻ അല്ലാഹുവേ, ഷഹീൻ ഷാ എന്ന സഹോദരൻ അല്ലാഹുവേ, ഞാൻ അറിയുന്ന അറിയാത്തവരുമായ ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദര സഹോദരിമാര്, കുഞ്ഞുമക്കള് അല്ലാഹുവേ, ഇതര മതത്തിൽപ്പെട്ട പല ആളുകളും കേൾക്കുന്നുണ്ടാകാം. അല്ലാഹു, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, ഹിഫാലത്ത് നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. എപ്പ മരണപ്പെട്ടാലും നല്ല ദിവസം, നല്ല രാവിലെ ഒന്നുകൂടി പുഞ്ചിരിച്ച് അല്ലാഹുവേ, പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉറക്കെ ചൊല്ലി മരണപ്പെടാ. 10,000-കണക്കിന് ആലിമീങ്ങൾ മയ്യത്ത് നിസ്കരിക്കാ. അല്ലാഹുവേ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹാഫിള് മസൂദ് സഖാഫി ഉസ്താദ് എന്നെപ്പോലെ, എന്നേക്കാൾ എത്രയോ 10 മടങ്ങ് വാളിന്റെ സദസ്സുകളിൽ പ്രഭാഷണം നടത്തിയ ഹാഫിദ് മസൂദ് സഖാഫി ഉസ്താദ് അല്ലാഹുവേ, പ്രഭാഷണം കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുമ്പോ അല്ലാഹുവേ, ദേഹാസ്വാസ്ഥ്യമുണ്ടായി മരണപ്പെട്ടു പോയല്ലോ. ഇന്ന് ആ മനുഷ്യൻ പല സദസ്സുകളിലും വാള് പറയേണ്ട ആളാണ്. 6 അടി മണ്ണാകുന്ന കബറിലല്ലോ. അല്ലാഹുവേ, എത്ര മട്ടി പണ്ഡിതന്മാരാ ആ ഉസ്താദിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചത്, എത്ര പേരാ ദുആ ചെയ്തത്. അതുപോലത്തെ ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അങ്ങനത്തെ മരണം നൽകണേ അല്ലാ. നല്ല ദിവസം, നല്ല രാവിലെ ഒലുവോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാ. പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉറക്കെ പറഞ്ഞ് മരണപ്പെടാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം സ്വല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഇവിടെ വരാൻ പറ്റിയതിൽ. ഞാൻ ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ ഇടക്കരിക്കകത്താണ് ഞാൻ താമസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ നാട്ടിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് മുസാഫഹത്ത് ചെയ്ത് പിരിയണം. ഇവിടെ വന്ന ഉപ്പമാര് നിങ്ങൾ പരസ്പരം മുസാഫഹത്ത് ചെയ്തു. ഞാനുമായിട്ട് മുസാഫഹത്ത് ചെയ്തിട്ടില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഉമ്മമാര് പരസ്പരം മുസാഫഹത്ത് ചെയ്ത് തോളി കൈയിട്ട് വീട്ടിലേക്ക് നടന്നോ. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉസ്താദുമാർക്കും സ്ഥാപനത്തിനും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പരസ്പരം ദുആ ചെയ്യണം. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് വരി, ഇങ്ങോട്ട് വരി. പൈസയൊന്നും തരണ്ട, നിങ്ങൾ കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യുക. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളോട് പ്രത്യേകം ദുആ വസിയത്തുകൾ ചെയ്യുന്നു. അഹൂക്കും ഫിൽ ഇസ്ലാം നൗഷാദ് ബാക്കവി തട്ടത്തുമല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ നല്ല രീതിയിൽ നമുക്ക് ഉതകുന്ന രീതിയിൽ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നല്ല രീതിയിലൊരു ദീനി വിജ്ഞാന മജ്ലിസ് നടത്തിയ ബഹുമാനപ്പെട്ട തട്ടത്തുമല നൗഷാദ് ബാക്കവി ഉസ്താദ് അവർക്ക് വാഴോട് മുഹീദി മസ്ജിദിൻ്റെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നാളെ നമ്മളോട് മതവിജ്ഞാന സദസ്സ് നടത്തുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകൻ നവാസ് മന്നാനി പനവൂർ അവർകളാണ്. നാളെ കൃത്യം 7 മണിക്ക് തന്നെ പ്രഭാഷണം ആരംഭിക്കുന്നതാണ്. എല്ലാവരും കൃത്യമായി എത്തിച്ചേരുക. ഇന്ന് വീട്ടിലിരുന്ന് കേട്ടവരൊക്കെ നാളെ സദസ്സിലേക്ക് കടന്നു വരണമെന്ന് ദീനിൻ്റെ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അതേപോലെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വാഹനങ്ങൾ നല്ല സ്പീഡിലാണ് വരുന്നത്. കുട്ടികളെയൊക്കെ സൂക്ഷിക്കുക. അസ്സലാമു അലൈക്കും. നാളെ നേരത്തെ എത്തിച്ചേരണം. ഉസ്താദ് 7 മണിക്ക് തന്നെ എത്തിച്ചേരും. ഇന്ന് പിന്നെ ഉദ്ഘാടനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ലേറ്റായി പോയത്. നാളെ കൃത്യം 10 മണിക്ക് തന്നെ 10 മണിക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കണം. എല്ലാവരും എത്തിച്ചേരുന്നതോടൊപ്പം കൂടെ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോട് കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഈ പരിപാടി വൻപിച്ച വിജയത്തിൽ എത്തിച്ചേർക്കണം. അസ്സലാമു അലൈക്കും.